ഹലോ എല്ലാ കൂട്ടുകാർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം മാത്യച്ചേട്ടൻ ഇന്ന് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അത് ഹെൽപ്പായെന്ന് അറിഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം വീട് വാങ്ങുന്നതിനെക്കുറിച്ച് ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചേട്ടൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊരു സെക്കൻഡ് പാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് മാത്യച്ചേട്ടൻ കൈൻഡ്ലി ഇന്ന് അവൈലബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഹെൽപ്പായെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇതും നിങ്ങൾക്ക് അതുപോലെ തന്നെ ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചേട്ടാ, താങ്ക് യു ഫോർ കമ്മിങ്. ഓക്കെ, യു വെൽക്കം. താങ്ക് യു. ഏതായാലും കഴിഞ്ഞ വീഡിയോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. സന്തോഷം. കമൻസും ഉണ്ടെന്ന് പറഞ്ഞു. ഞാനത് കൂടുതലൊന്നും ശ്രദ്ധിച്ചില്ല. ബിന്ദു വിവരങ്ങൾ പറഞ്ഞു. വളരെ സന്തോഷം. താങ്ക്സ് ഫോർ ഓൾ വ്യൂവേഴ്സ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം എനിക്ക് പറയാനുള്ളത് മെയിൻലി പ്രൊട്ടക്ഷനെ സംബന്ധിച്ച് മാത്രമാണ്. അത് കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മോർഗേജ് ആയിരുന്നു കൂടുതൽ പ്രൊമോട്ട് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഈ പ്രാവശ്യം അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പ്രൊട്ടക്ഷനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം ടൈമിൻ്റെ നമ്മൾ ടൈം മാനേജ്മെൻറ്റ് സൂക്ഷിക്കേണ്ടതുണ്ട്. അത് തന്നെ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അത് അത്രയും സമയമൊക്കെ ഇരുന്ന് ആളുകൾക്ക് കാണുക എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ്. ഫേസ് ടു ഫേസ് നമ്മളിരുന്ന് സംസാരിക്കുന്ന പോലെ അല്ല. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ ഓടിച്ചു വിടും. അത് ഇങ്ങനെ ഓടിച്ചു വിട്ട് കഴിഞ്ഞാൽ അവർക്ക് അറിയാണ്ട ചില കാര്യങ്ങൾ അവർക്ക് മിസ്സായി പോകും. അതുകൊണ്ട് ഇത് ഞാൻ ആദ്യമേ തന്നെ ബിന്ദുവിനോട് പറഞ്ഞിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും പിന്നെ നീളമുള്ള ഇത് തന്നെയായിരിക്കും. പക്ഷേ അത് രണ്ടായിട്ട് വിടുകയായിരിക്കും നല്ലത്. അത് ബിന്ദു വേണ്ടതുപോലെ ചെയ്തു. ഓക്കെ, ഫൈൻ. നൗ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു നമ്മുടെ ഈ രാജ്യത്ത് വന്നിട്ടുള്ള ആളുകൾക്ക് ഇൻഷുറൻസിനെ സംബന്ധിച്ചിട്ടുള്ള കാതലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിനെ ഞാൻ 10 കമാൻഡ്മെൻറ്റ്സ് എന്ന് ഞാൻ പേരിട്ടതാണ് കേട്ടോ, ഒന്നും വിചാരിക്കരുതേ. 10 കൽപ്പനകൾ. അപ്പോൾ അത് ഒരു കോമഡിക്കായിട്ട് പറഞ്ഞെന്ന് വിചാരിച്ചാൽ മതി. ആക്ച്വലി ഈ 10 കൽപ്പനകളെന്ന് പേരിടാനൊരു കാരണമുണ്ട്. 10 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 10 കാര്യങ്ങൾ നമ്മൾ പാലിച്ചാണ് പോകുന്നതെങ്കിൽ ഈ രാജ്യത്ത് വന്നിട്ടുള്ള ആളുകൾ എടുത്തിട്ടുള്ള ഇൻഷുറൻസുകൾ ക്ലെയിം ചെയ്യുമ്പോൾ അവർക്കൊന്നും പേടിക്കണ്ട. ഇൻഷുറൻസ് കമ്പനി ദേ വിൽ പേ ഔട്ട് ഫോർ യു. അതർവൈസ് നമുക്ക് വളരെ ബുദ്ധിമുട്ടുകളുണ്ടാവും. എന്തൊക്കെയാണ് ഈ 10 കൽപ്പനകൾ? തിങ്സ് യു ഷുഡ് നോ അബൌട്ട് യുവർ പ്രൊട്ടക്ഷൻ. ദാറ്റ് ഈസ് 10 കമാൻഡ്മെൻറ്റ്സ്. 10 കാര്യങ്ങളുണ്ട്. ഡു യു നോ അബൌട്ട് യുവർ പ്രൊട്ടക്ഷൻ ഇൻ UK? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത് പറഞ്ഞതാണ്. 2, ഡു യു ഹാവ് എ നോമിനേഷൻ? അത് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അതാണ് ഇവിടുന്ന് ആരംഭിക്കുന്നത്. 3, വാട്ട് ടൈപ്പ് ഓഫ് ഡീഡ് യു നീഡ് ടു ഡു? ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ എടുക്കുന്ന വ്യക്തി, ഓരോ സിംഗിൾ പേഴ്സണും ഡീഡ് എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളിലുണ്ട്. ഇൻ ഫൈനാൻഷ്യലി പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളിൽ ഡീഡ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ഇവിടെ അവരുടെ സ്വത്ത് ഡീഡ് ചെയ്യാം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ അതിൻ്റെ വിദഗ്ധനുമല്ല. സോ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് മാത്രം കിടക്കാം. പ്രൊട്ടക്ഷൻ എങ്ങനെ ഡീഡ് ചെയ്യണം, ഡീഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ പേരിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, ഇവ കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ അത് നമ്പർ 3. ഇനി ഡു യു ഹാവ് ടു പേ ടാക്സസ് ഫോർ യുവർ ഇൻഷുറൻസ് ഇൻ ദ ഈവൻറ്റ് ഓഫ് എ ക്ലെയിം? നമ്മൾ ക്ലെയിം ചെയ്ത് പൈസ കിട്ടിക്കഴിയുമ്പോൾ അതിന് ടാക്സ് കൊടുക്കണോ? ടാക്സ് കൊടുക്കണമെങ്കിൽ ഏത് തരത്തിലുള്ള ടാക്സ് ആയിരിക്കും? അതിന് ഇൻഹെറിറ്റൻസ് ടാക്സ് കൊടുക്കേണ്ടി വരുമോ? അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഞാനതിലേക്ക് വരാം. ഇനി അടുത്ത്, ഡു യു നീഡ് ടു ഗോ ടു പ്രൊബേറ്റ്? നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് കഴിയുമ്പോൾ പ്രൊബേറ്റിലേക്ക് പോകേണ്ടി വരുമോ? വാട്ട് ഈസ് പ്രൊബേറ്റ്? അത് കഴിഞ്ഞിട്ട് 7, വിൽ ദ മണി കംസ് ടു യുവർ ബാങ്ക് അക്കൗണ്ട് സ്ട്രെയിറ്റ് അവേ? നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ പൈസ വരും, പെട്ടെന്ന് വരുമെന്നാണ് പലരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതിന് എത്ര കാലതാമസം വരും? ഇനി അടുത്ത്, ഞാൻ എങ്ങനെ ക്ലെയിം ചെയ്യും? ക്ലെയിം ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ്? അടുത്തത്, വാട്ട് ഈസ് ട്രസ്റ്റ് ആൻഡ് ട്രസ്റ്റി അക്കൗണ്ട്? അടുത്തത്, ഡു യു ഹാവ് എ വാലിഡ് വിൽ ഇൻ പ്ലേസ്? റൈറ്റ്. ഇവിടെ ഇപ്പം പ്രൊട്ടക്ഷൻ്റെ നീഡ് എന്താണെന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പം നമുക്ക് നീഡിലേക്ക് ഇനി പോകേണ്ട കാര്യമില്ല. എടുത്തു വച്ചിരിക്കുന്ന പ്രൊട്ടക്ഷൻ ക്ലെയിം ചെയ്ത് ഒരു ബുദ്ധിമുട്ട് പറ്റിക്കഴിഞ്ഞാൽ, ഒരു വേഴ്സ് ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫണ്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. പലരും പറയുന്നൊരു കാര്യമുണ്ട്, ഇൻഷുറൻസ് ആണോ, 10 പൈസ കിട്ടിയാല എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, പ്രോപ്പറായ ഡോക്യുമെൻറ്റും പ്രോപ്പറായ രീതിയിലുമാണ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നതെങ്കിൽ ഈ രാജ്യത്ത് പൈസ കൊടുക്കാതിരിക്കാൻ പറ്റില്ല.
ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇവിടെ ഇതിനെല്ലാം മോണിറ്റർ ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് മോണിറ്ററി ഏജൻസി ഉണ്ട്. ദാറ്റ് ഈസ് FCA, ഫിനാൻഷ്യൽ കോണ്ടക്ട് അതോറിറ്റി. എൻ്റെ ഒരു പേഴ്സണലായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ സാലറി, ഒരു കോർപ്പറേറ്റ് ഒരു കമ്പനിയുടെ ഇൻകവും ഇവിടുത്തെ ക്വീൻസിൻ്റെ ഫണ്ട് അടക്കം എല്ലാം മോണിറ്റർ ചെയ്യപ്പെടുന്നതാണ്. അത് ഒരു വ്യക്തിയല്ല, അതൊരു വ്യക്തിയുടെ കീഴിൽ ഭരണകർത്താക്കൾ നടന്ന ഒരു സംവിധാനമല്ല. അത് കൃത്യതയോടുകൂടി ഈ രാജ്യത്ത് ഇപ്പം നമുക്കറിയാം RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്മുടെ നാട്ടിൽ കറൻസി അടിക്കുന്ന ബാങ്ക്, അതിന് പോലും അതിനെ നിയന്ത്രിക്കുവാനുള്ള സംവിധാനം. പക്ഷെ ഇവിടെ കറൻസി അടിക്കുന്ന ബാങ്കായ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനെ പോലും ചോദ്യം ചെയ്യുവാനും അവർ നടത്തുന്ന പ്രവർത്തനങ്ങളെ കൃത്യമായി നിരീക്ഷിക്കുവാനും അത് എവിടെയെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ അതിന് കേസെടുക്കുവാനുള്ള കംപ്ലീറ്റ് ഇൻഡിപെൻഡൻറ്റ് റൈറ്റുള്ള ഏജൻസിയാണ് അവർ. എൻ്റെ സാലറിയിൽ ഒരു പൈസ കൂടുതൽ അതിൽ കവിഞ്ഞൊരു ഫണ്ട് എൻ്റെ അക്കൗണ്ടിൽ വന്നാൽ പോലും ഇത് എവിടുന്ന് വന്നു എന്നുള്ള ചോദ്യം ചെയ്യപ്പെടാനുള്ള റൈറ്റ് HMRC ത്രൂ ഉണ്ട്. സോ അതുകൊണ്ട് എനിവേ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന നോമിനേഷൻ, അതായത് ട്രസ്റ്റ് ഡീഡിനെ പറ്റി ഞാൻ അതിലേക്ക് ആദ്യമേ തന്നെ വരാം. ട്രസ്റ്റ് ഡീഡ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെ ക്ലെയിം ചെയ്ത് കഴിയുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ? ഒരു വ്യക്തി ഡെത്തായി വ്യക്തിക്ക് അവരുടെ ഫണ്ട് കിട്ടണം. പല ഇൻഷുറൻസ് കമ്പനി, ഞാനിവിടെ പറയുമ്പോൾ ഒരു ഇൻഷുറൻസ് കമ്പനികളെ പറ്റിയും കുറ്റം പറയാൻ ഞാൻ ആളല്ല. എല്ലാ ഇൻഷുറൻസ് കമ്പനികളും ചെയ്യുന്നതിന് അവരുടേതായ ചില ന്യായങ്ങളുണ്ടാവാം. കമ്പനികൾക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ ഇത് ചെയ്യുന്ന ആളുകൾക്ക് ന്യായങ്ങളുണ്ടാവാം. പക്ഷേ എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും പോളിസി എന്ന് പറഞ്ഞാൽ ഫണ്ട് റിലീസ് ചെയ്ത് കൊടുക്കുന്ന കാര്യത്തിൽ അവർ ഒറ്റക്കെട്ടായിരിക്കും. കൃത്യമായ മെഡിക്കൽ ഹിസ്റ്ററി കൊടുക്കാതെ, കൃത്യമായ രീതിയിൽ നമ്മൾ കൊടുക്കേണ്ട ഇൻഫർമേഷൻ കൊടുക്കാതിരിക്കുകയോ, നമ്മൾ എന്തെങ്കിലും നമ്മളുടെ ഹെൽത്ത് സംബന്ധമായ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ ഇൻഷുറൻസ് എടുക്കുകയോ ചെയ്താൽ അവർ പേ ഔട്ട് ചെയ്യില്ല എന്ന് നമുക്ക് തരുന്ന ഡോക്യുമെൻറ്റിൻ്റെ ആദ്യമേ തന്നെ ഉണ്ട്, അവസാനമുണ്ട്. നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. അതിന് കാരണം നമ്മൾ തന്നെയാണ്. നമുക്ക് തരുന്ന ഡോക്യുമെൻറ്റുകൾ കൃത്യതയോടുകൂടി നമ്മൾ വായിക്കണം. അപ്പോൾ അത് വായിക്കാതെ നമ്മൾ എടുത്തു വെക്കും. അല്ലെങ്കിൽ ഒരു സിഗരറ്റ്, ഫോർ എക്സാമ്പിൾ, ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരാൾ സിഗരറ്റ് വലിക്കില്ല എന്ന് പറഞ്ഞാൽ പോളിസിയുടെ പ്രീമിയം കുറയും. പക്ഷേ നാളെ ഒരിക്കലും ആ വ്യക്തി ഒരു ക്യാൻസറായിട്ടോ സ്ട്രോക്കായിട്ടോ ഏതെങ്കിലും തരത്തിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാരണം കൊണ്ട് അയാൾ മരണപ്പെടുകയാണ്, ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ടൊക്കെ മരണപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഇൻഷുറൻസ് കമ്പനി നമ്മുടെ GPയുടെ അടുത്ത് നിന്ന് കംപ്ലീറ്റ് റിപ്പോർട്ട് എടുക്കും. ബാക്ക് റിപ്പോർട്ട് അവർക്ക് ആവശ്യം. പോളിസി എടുത്ത ഡേറ്റ് മുതൽ ബാക്കിലേക്ക് ഒരു 2-3 ഇയേഴ്സ് ഹിസ്റ്ററി എടുക്കും. അതെടുക്കുന്നതിന് ഈ മരിച്ചുപോയ ആളുടെയോ അല്ലെങ്കിൽ അവരുടെ കൂടെ ഉള്ള ജീവിക്കുന്ന പാർട്ട്ണറുടെയോ അല്ലെങ്കിൽ ഹസ്ബൻഡ് ഓർ വൈഫ് ഇവരുടെ ആരുടെയും കൺസെൻറ്റ് ആവശ്യമില്ല. പക്ഷേ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ പേരിലുള്ള എന്ത് ഇൻഫർമേഷനും എടുക്കണമെങ്കിൽ ആ വ്യക്തിയുടെ തന്നെ കൺസെൻറ്റ് ആവശ്യമാണ് ഈ രാജ്യത്ത് മെഡിക്കൽ ഹിസ്റ്ററി എടുക്കുന്നതിന്. മനസ്സിലാക്കണം. പക്ഷേ ഈ വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഡീറ്റെയിൽ GPയുടെ അടുത്ത് നിന്ന് കിട്ടുന്നതിന് ആരുടെയും പെർമിഷൻ ആവശ്യമില്ല, വൈഫിൻ്റെ ആരുടെയും ആവശ്യമില്ല. കാരണം എന്താണ്? ആ വ്യക്തിക്ക് കിട്ടേണ്ട ബെനിഫിറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് അവരത് ആവശ്യപ്പെടുന്നത്. സോ നിർബന്ധമായും കൊടുത്തേ പറ്റും. അങ്ങനെ കിട്ടുമ്പോൾ അതിനകത്ത് അവർ നോക്കുന്നത് ഈ വ്യക്തി ഇൻഷുറൻസ് എടുത്തപ്പോൾ തരാത്ത എന്തെങ്കിലും ഇൻഫർമേഷൻ ഇതിൻ്റെ ബാക്കിലുണ്ടായിരുന്നോ, ആ വ്യക്തി ഏതെങ്കിലും ട്രീറ്റ്മെൻറ്റിന് വിധേയമായിട്ടുണ്ടോ, മദ്യപാനം കൂടിപ്പോയിട്ട് നിർത്താൻ വേണ്ടി ഏതെങ്കിലും ട്രീറ്റ്മെൻറ്റിന് പോയിട്ടുണ്ടോ, നേഴ്സ് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടോ, പുകവലി നിർത്തുവാൻ എന്തെങ്കിലും തരത്തിലുള്ള റിഹാബ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയുള്ള ഒട്ടനവധി ചോദ്യങ്ങളാണ് അവർക്ക് ആൻസർ വേണ്ടത്. ദിസ് ക്വസ്റ്റ്യൻ ആൻസറാണ് അവർ, ഈ ചോദ്യത്തിനുള്ള ആൻസറാണ് അവർ തേടിപ്പോകുന്നത്. അവിടെ ഇത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 10 പൈസ കിട്ടില്ല, ത്രൂ ഔട്ട് അവർ അത് റെഫ്യൂസ് ചെയ്യും. അങ്ങനെ ഇവിടെ പലർക്കും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഒരു കോംപ്രമൈസും നമ്മൾ ചെയ്യരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സംഭവിക്കുന്നത് ഇൻഷുറൻസ് കൊടുക്കുന്ന വ്യക്തിക്ക് ഒരാൾക്ക് ഒരു 2 ലക്ഷമോ 3 ലക്ഷമോ പൗണ്ട് എടുത്ത് കൊടുക്കാൻ അവർക്ക് പറ്റില്ല. അത് കൊടുക്കേണ്ടത് ഇൻഷുറൻസ് കമ്പനികൾ തന്നെയാണ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ ഇൻക്ലൂഡിങ് ഫാമിലി ഹിസ്റ്ററി, അവരുടെ ഹെറിഡിറ്ററി അറിയുന്നതിന് വേണ്ടിയാണ് ഫാമിലി ഹിസ്റ്ററി. ഈ ഒരു ഡയബറ്റിക് ഉള്ള ആൾ 60 വയസ്സിന് മുമ്പ് പേരൻസിനോ അവരുടെ സിബ്ലിങ്സ് ആർക്കെങ്കിലുമോ 60 വയസ്സിന് മുമ്പ് ഈ പറഞ്ഞ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, അതുപോലെ തന്നെ കുറച്ച് അസുഖങ്ങളുടെ ഒരു കാറ്റഗറി ഉണ്ട്, ക്യാൻസർ, ഡയബറ്റീസ്, ഇത് വല്ലതും ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പലരും നോ എന്നാണ് എഴുതുന്നത്. പക്ഷേ നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി ഇവിടെയുണ്ട്.
ഏതെങ്കിലും കാരണത്തിന്റെ പേരിൽ ഒരു ചെസ്റ്റ് പെയിനോ എന്തെങ്കിലും സംശയം തോന്നിയാൽ ഒരു ഗ്യാസിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവർ ചോദിക്കുന്ന ആദ്യ ചോദ്യം ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കെങ്കിലും ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാണ്. നമ്മളത് അറിയാതെ കൊടുത്തു കഴിഞ്ഞു, ഓൾറെഡി ഇൻഫർമേഷൻ അവിടെ ചെന്നു. നിങ്ങൾക്ക് അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ എന്താണോ ആ ഇൻഫർമേഷൻ്റെ കൃത്യതയോടുകൂടി തന്നെയാണ് ഇതാ ഒരു ആളുടെ മെഡിക്കൽ ഹിസ്റ്ററി, ഒരു 10 വർഷം ഇവിടെ ജീവിച്ച ഒരാളുടെ മെഡിക്കൽ ഹിസ്റ്ററി നിങ്ങളൊന്ന് എടുത്ത് നോക്ക്. വന്ന് ഇവിടെ ഇറങ്ങി GP രജിസ്ട്രേഷൻ രജിസ്റ്റർ ചെയ്ത് അന്ന് മുതൽ ഇന്ന് വരെയുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു ഒരു ഇത്രയുണ്ടാവും. നിങ്ങൾ ചോദിച്ച ഓരോ ചോദ്യങ്ങളും, നിങ്ങൾക്ക് തന്ന ട്രീറ്റ്മെൻറ്റുകളും, നിങ്ങൾക്ക് എല്ലാം ഒരു ഇത്രയുണ്ടാവും. നിങ്ങൾക്ക് ഒരു രോഗം വേണമെന്നില്ല. ഡീറ്റെയിൽ ആയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും സപ്പോസ് നിങ്ങൾ പലതവണ നിങ്ങൾ ബന്ധപ്പെടുകയും പലതവണ പല കാര്യങ്ങൾക്ക് ചോദിച്ച് എനിക്ക് ഇന്നവർക്ക് സംശയമുണ്ട്, ഇന്ന അസുഖമുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി GP എടുത്തെടുത്ത അപ്പോയിൻമെൻറ്റുകൾ, അങ്ങനെ പലതും അതിനകത്തുണ്ട്. ഇതെല്ലാം അവർ നോക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് പൈസ കിട്ടാതെ വരും. ഇനി മറ്റൊരു കാര്യം, ഈ ഹൈഡ് ചെയ്ത് വെക്കുന്ന ഇൻഫർമേഷന് അവരത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും സ്യൂ ചെയ്ത് ഒരു കോർട്ടിലൂടെ പോയി കഴിഞ്ഞാൽ 10 പൈസ കിട്ടിയല്ല. കാരണം ആദ്യമേ തന്നെ അവരുടെ ഇൻഫർമേഷൻ അവർ നമുക്ക് തരുന്നുണ്ട് ഡോക്യുമെൻസിൽ. നിങ്ങൾ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യതയോടുകൂടി ഞങ്ങൾക്ക് കൈമാറിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് പോളിസി പേ ഔട്ട് ചെയ്യുകയില്ല എന്ന് പറയുന്നുണ്ട്. ആ ഒരൊറ്റ ക്ലോസിൽ തന്നെ ഒരു കോർട്ടിലും നമുക്ക് നീതി ലഭിക്കില്ല. നീതിയെന്നല്ല, നമുക്ക് പൈസ കിട്ടില്ല. നീതി ഇല്ലല്ലോ. നമ്മൾ നീതി ആയിരിക്കണമെങ്കിൽ ആദ്യമേ സത്യസന്ധമായ രീതി നമ്മൾ കാര്യങ്ങൾ പറയണമല്ലോ. നമ്മൾ ഹൈഡ് ചെയ്തു. അപ്പം പുകവലിക്കുന്ന ഒരാൾ പൈസ കുറയുന്നതിന് വേണ്ടി പുക വലിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പൈസ വേസ്റ്റ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ആ അസുഖം ഞാൻ മറച്ചു വെച്ച് ഞാനൊരു ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അന്നേരം എനിക്ക് പ്രീമിയം കുറവാണ്. പക്ഷേ ഇൻ ദ ഫ്യൂച്ചർ ഒരു ക്ലെയിം വരുമെന്നുള്ള പ്രതീക്ഷയോടു കൂടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. കാരണം വരരുതേ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എന്തിനാ ഈ ഇൻവെസ്റ്റ്മെന്റ് അല്ലാത്ത ഈ കാര്യം നമ്മൾ ചെയ്യുന്നത്? നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളെ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയാണ്, ഫൈനാൻഷ്യലി സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് സപ്പോർട്ട് കിട്ടാതിരിക്കാനാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഫോൾസ് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടിയാലെന്നുള്ളത് തീർത്തു തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനാ ഈ പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ക്യാൻസൽ ചെയ്തേക്കുക. തീർച്ചയായിട്ടും അതാ വേണ്ടത്. ഞാൻ അതിനാ റെക്കമെൻഡ് ചെയ്യുന്നത്. വെറുതെ എന്തിനാ കാശ് കളയുന്നത്? ഇത് തീർച്ചയായിട്ടും ഇത് കണ്ടുപിടിക്കുക, ഉറപ്പാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട് ഈ വണ്ടിയുടെ ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതിനകത്തൊരു ചോദ്യമുണ്ട്. നിങ്ങൾ രാത്രി കാലങ്ങളിൽ നിങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഗാരേജിലാണോ എന്ന് ചോദിക്കുമ്പോൾ, ലോക്ക്ഡ് ഗാരേജിൽ ആണോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യം നമ്മളൊക്കെ ഇൻഷുറൻസ് എടുക്കുന്നവരാ വണ്ടിയുടെ. പലരും പറഞ്ഞു, എനിക്ക് ഒരുപാട് ആളുകളെ അറിയാം, അവർക്ക് ഗ്യാരേജ് ഇല്ലാത്തവർ പോലും പറയുന്നുണ്ട് ലോക്ക്ഡ് ഗാരേജിലാണ്. അതുപോലെ തന്നെ ഗ്യാരേജ് ഉള്ളവർ പറയുന്നുണ്ട് ലോക്ക്ഡ് ഗാരേജിലാണ്. സത്യത്തിൽ അവരുടെ ഗ്യാരേജ് ഉപയോഗിക്കുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കുമാണ്. ഡംപ് ചെയ്ത് പല സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ, വീടിനകത്തേക്ക് അത്യാവശ്യമില്ലാത്ത പല സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുക, അല്ലെ ട്രെഡ്മില്ല്, അങ്ങനെയുള്ള സംഗതികളൊക്കെയാണ്. അതിനകത്ത് വണ്ടി കയറ്റി ഇറക്കിയിട്ട് പോലും ഇല്ലാത്ത പലരും എഴുതി കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ. രാത്രി കാലങ്ങളിൽ ഞാൻ എൻ്റെ വണ്ടി ലോക്ക്ഡ് ഗാരേജിലാണ് ഞാൻ സൂക്ഷിക്കുന്നത്. ഇവിടെ UK സംഭവം നടന്നു. ഐ എം സോറി, എനിക്ക് പർട്ടിക്കുലർ ആളുടെ പേര് പറയാൻ പറ്റില്ല. ആൾ 6 മാസം ഏകദേശം ജയിലിൽ കിടന്നിട്ടാണ് പുറത്തു വന്നത്. എന്താ കാരണം എന്നറിയോ? ഒറ്റ ഇൻഫർമേഷൻ കൊടുത്തതിൻ്റെ പേരിൽ സംഭവിച്ചതാണ്. ആളൊരു പുത്തൻ വണ്ടി എടുത്തു. 40,000 പൗണ്ടിൻ്റെ വണ്ടിയാണ്. വണ്ടി ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അത് മോഷണം പോയി. അയാൾക്ക് അന്വേഷണം ഉടനെ തന്നെ ഇൻഷുറൻസ് കമ്പനിയിൽ അറിയിച്ചു. ഇതെല്ലാവരുടെയും അറിവിലേക്ക് ഞാൻ പറയുകയാണ്. ഇൻഷുറൻസ് കമ്പനിയിൽ അറിയിച്ചു. അതിന് പ്രൊസീജിയറുണ്ട്. ഇൻഷുറൻസ് കമ്പനി അന്നേരം തന്നെ നിങ്ങൾ പോലീസിൽ അറിയിക്കാൻ പറയും. കാരണം ബിക്കോസ് ഇറ്റ് ഈസ് അവിടെ ഒരു ക്രൈം നടന്നിരിക്കുന്നു. അപ്പം പോലീസിനെ അറിയിച്ചു. അപ്പോൾ പോലീസുകാർ അന്വേഷണം നടത്തി. ഇതിനകത്ത് 2-3 ക്രൈറ്റീരിയാസ് ഉണ്ട്. പോലീസുകാർ അന്വേഷിക്കുന്നത് ആദ്യം അവരുടെ യൂണിഫോമിലോ അല്ലാതെയോ അവർ വന്ന് അന്വേഷിക്കുന്നത് ഇടത്തും വലത്തും ഫ്രണ്ടിലും ബാക്കിലുള്ള 4 വീടുകളിലാണ്. അവർ ചോദിക്കുന്ന ഈ മാത്യു വണ്ടി പാർക്ക് ചെയ്യുന്നത്, സപ്പോസ് ഞാനാണെന്ന് വിചാരിക്കുക, ഈ മാത്യു നിങ്ങളുടെ നൈബർ വണ്ടി പാർക്ക് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ സാധാരണ എവിടെയാണ്? ആ മാത്യു വണ്ടി പാർക്ക് ചെയ്യുന്ന ആ റോഡ് സൈഡിലുള്ള ആ മരത്തിൻ്റെ ചോട്ടില്ല. 4 പേരും പറയും, കാരണം ഞാൻ എവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത്, എനിക്ക് ഗാരേജ് ഉണ്ട് എന്ന് വിചാരിച്ചു. ഞാൻ വണ്ടി പാർക്ക് ചെയ്യുന്നത് കാരണം എൻ്റെ സൗകര്യത്തിന് വേണ്ടി ഞാൻ അവിടെ സേഫാ, വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ്, ആ ബെയിലാണ് ഞാൻ ഇടുന്നത്. അവർ ഇന്നലെ എവിടെയാണ് പാർക്ക് ചെയ്തതെന്ന് അവർ ചോദിക്കില്ല. അത്ര ഒന്നും ആവശ്യം അവർക്കില്ല. അവരങ്ങ് പോകും. അവർ ഇൻഫർമേഷൻ അവർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇൻഷുറൻസ് കമ്പനിയുടെ വക നേരിട്ടൊരു എൻക്വയറി ഉണ്ട്. ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് അത് കൈമാറും. കാരണം 40,000 പൗണ്ടിൻ്റെ വണ്ടിയല്ലേ. അവർ വരുന്നത് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പർട്ടിക്കുലർ പേഴ്സൺ ചെയ്ത
പണി ഒരു ആവറേജ് മലയാളിയുടെ സാധാരണ ബുദ്ധിക്ക് ചെയ്ത പണിയാണ്. എന്താണെന്ന് ചെയ്തത്, വണ്ടി മോഷണം പോയപ്പോൾ ആരാണ്ടൊക്കെ പറഞ്ഞു കൊടുത്തു, നീ വണ്ടിയുടെ ഇൻഷുറൻസ് എടുത്തപ്പോൾ എന്തായിരുന്നു നീ പറഞ്ഞിരുന്നത്, ഗ്യാരേജിലാണോ വണ്ടി പാർക്ക്? അതെ, ഞാൻ ഗ്യാരേജ്, രാത്രിയിലാണ് വണ്ടി മോഷണം പോയത്. അതെ, ഗ്യാരേജിലാണെന്ന് പറഞ്ഞു. അപ്പം തന്നെ വണ്ടി വീട്ടിൽ മറ്റേ ഗ്യാരേജിലിരുന്ന സർവ്വ സാധനങ്ങളും എടുത്ത് പൂരെ കളഞ്ഞു, എടുത്ത് മാറ്റി. എന്നിട്ട് പുള്ളിയുടെ വൈഫിൻ്റെ വണ്ടി ഒന്ന് കയറ്റി ഇറക്കി. അതിൽ ഇങ്ങനെ വണ്ടി അതിനകത്ത് പാർക്ക് ചെയ്തതായിട്ട് ഒരു എന്താ പറയുന്നത്, പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു എവിഡൻസ്. പക്ഷെ പൊട്ടന്മാരൊന്നുമല്ല ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ. എന്നിട്ട് പൂട്ടൊക്കെ അടിച്ചു പൊളിച്ചു കൈകൊണ്ട് ചുറ്റിയെടുത്തിട്ട്. എന്നിട്ട് അവിടെ ഒരു ക്രൈം നടന്നതായിട്ടുള്ള ഒരു സംഭവം അയാൾ ഇവിടെ ഉണ്ടാക്കി വെച്ചു. പക്ഷെ സംഭവിച്ചത് എന്താണ്, അവർ വന്ന് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് അടക്കമാണ് വന്നത്. നിങ്ങൾ വണ്ടി ഇവിടെ, അതെ ഇന്നലെ ഇവിടെ തന്നെ ആയിരുന്നല്ലോ അല്ലേ, നിങ്ങൾ തന്നെയാണോ വണ്ടി കയറ്റി ഇതിനകത്തിട്ട്? അതെ. അവർക്ക് ചോദ്യത്തിന് കാരണമുണ്ട്. അത് കഴിഞ്ഞിട്ട് ശരി നമുക്കൊന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് അവർ പോയി ഡോറ് തല്ലി പിടിച്ച് വെച്ചിട്ട് വന്നു. അപ്പോൾ അവർ ഫോറൻസിക് അതിൻ്റെ ഡീറ്റെയിലെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളുടെ വിരലടയാളം കൂടെ ഞങ്ങൾക്കൊന്ന് വേണം. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മാത്രമാണല്ലോ ഇന്നത്തെ വരെ, അല്ലാതെ വേറെ ആരെങ്കിലും വരുന്നതാണല്ലോ കള്ളന്മാർ, അതും കൂടെ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ അവർ ഇതെല്ലാം മേടിച്ചുകൊണ്ട് അവരങ്ങ് പോയി. മൂന്നാമത്തെ ദിവസം സംഭവിച്ചത് എന്താണെന്നറിയോ, ആ വ്യക്തിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് അവർക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞു. അപ്പോൾ പിന്നെ അയാളെ അറസ്റ്റ് ചെയ്തു, അയാളുടെ ചോദ്യങ്ങൾ ചോദിച്ചു, അയാൾക്ക് പറയേണ്ടി വന്നു ഞാൻ തന്നെയാണ് ഇത് ചെയ്തത്. 3 കാര്യങ്ങളാണ് ഇവിടെ നടന്നത്. 1, ഇൻഷുറൻസ് കമ്പനിയെ കബളിപ്പിക്കാൻ ശ്രമിച്ചു. 2, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ പറഞ്ഞ് കബളിപ്പിച്ചു. 3, സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഈ പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചു. വണ്ടി പോയെന്നുള്ള സത്യമാണ്, ഈ പണം അയാൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം മണി ലോണ്ടറിങ് അയാൾ അറസ്റ്റ് ചെയ്തു. സോ ഞാനിത് ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞു, നമ്മുടെ സമൂഹം തിരിച്ചറിയേണ്ട പല കാര്യങ്ങളുണ്ട് എന്നുള്ളതിനെ പറ്റി പറഞ്ഞാണ്. അപ്പം കൃത്യമായി നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയുക. അപ്പോൾ ഒരു സംഗതികൾ ഹൈഡ് ചെയ്യാതിരിക്കുക. അപ്പം നമ്മുടെ ഇൻഷുറൻസ് അവർ പേ ഔട്ട് ചെയ്യും. ഇത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ട്രസ്റ്റ് ഡീഡാണ്. ഒരു വ്യക്തി നമ്മൾ ക്ലെയിം ചെയ്യുന്നത് എങ്ങനെയാണ്, ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ പൈസ കിട്ടുമോ, പലരുടെയും ചോദ്യങ്ങളാണ്. കൃത്യമായ ഡോക്യുമെൻ്റ് ഇല്ലെങ്കിൽ പണം കിട്ടില്ല എന്നുള്ളതിൻ്റെ 1-2 ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഇനി മറ്റൊരു കാര്യം, ഈ കിട്ടുന്ന പൈസയ്ക്ക് നമ്മൾ ടാക്സ് കൊടുക്കണം. അത് എന്ത് ടാക്സ് ആയിരിക്കും? അത് ഇൻഹെറിറ്റൻസ് ടാക്സ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 2 ചോദ്യങ്ങളാണ്. 1 ഡെത്ത് സർട്ടിഫിക്കറ്റ്, 2 ട്രസ്റ്റ് ഡീഡ് ഡോക്യുമെൻ്റ്. ഈ ട്രസ്റ്റ് ഡീഡ് എന്ന് പറയുന്നത് ഓൺ ദി അതർ ഹാൻഡ് അതൊരു ടാക്സ് ഫ്രീ ഡോക്യുമെൻറ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ സാധനം ഞാൻ ചെയ്തു വെച്ചിട്ടില്ല. ഞാൻ ഇവിടെ പോയിട്ടുള്ള ഒരു സ്ഥലത്തും ഞാൻ സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തികളും 100 കണക്കിന് ആളുകളോട് ഞാൻ ക്ലാസ് കൊടുത്തപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം, ഇൻഷുറൻസ് എടുത്ത് നോക്കുമ്പോൾ ഏകദേശം എല്ലാവരും തന്നെ കൈവക്കുന്നുണ്ട്. നിങ്ങൾ എടുത്തു വെച്ച ഇൻഷുറൻസ് ട്രസ്റ്റ് ഡീഡ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ആരുമില്ല. എന്താ ട്രസ്റ്റ് ഡീഡ്? ഹസ്ബൻഡ് എടുത്ത ഇൻഷുറൻസിൽ വൈഫിനെ ട്രസ്റ്റി ആക്കി വെക്കുക, ബെനിഫിഷ്യറി ആക്കി വെക്കുക, കുട്ടികളെയും ബെനിഫിഷ്യറി ആക്കി വെക്കുക. നേരെ തിരിച്ചും ചെയ്യുന്നു. ഈ സാധനം ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടാക്സ് ഫ്രീ ഡോക്യുമെൻറ്റേഷൻ ആണെന്നുള്ള സത്യം പലർക്കും അറിയില്ല. അപ്പോൾ ഇത് ട്രസ്റ്റിയുടെ അക്കൗണ്ടിലേക്കാണ് ഫണ്ട് വരേണ്ടത്. ഇൻഷുറൻസ് കമ്പനി ട്രസ്റ്റിയുടെ അക്കൗണ്ടിലേക്കാണ് ഫണ്ട് അയക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ചെയ്തിട്ടില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മളൊന്നും ചെയ്തിട്ടില്ല, ഇതങ്ങനെ സാധനം ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ പ്രൊബേറ്റ് കോർട്ടിൽ പോകും. വാട്ട് ഈസ് പ്രൊബേറ്റ്? ഇതിനകത്തൊരു ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു. നിങ്ങൾ പ്രൊബേറ്റ് കോർട്ടിൽ പോകും. അവിടെ നിങ്ങൾക്ക് അവകാശ സർട്ടിഫിക്കറ്റ്, പ്രൊബേറ്റ് കോർട്ട് എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ടിന് തുല്യമാണ്. അതെ, അത് തന്നെയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ നമ്മളോട് ചോദിക്കുന്നത് മരിച്ചുപോയ ആളുടെ പേരിൽ പൊസഷൻസ്, സ്വത്തുക്കൾ അതിനകത്ത് എല്ലാം വരും. വണ്ടി, വാഹനങ്ങൾ, അയാളുടെ പേരിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, പേഴ്സണൽ അക്കൗണ്ടിലുള്ള സേവിങ് അക്കൗണ്ടിലുള്ള ഫണ്ട്, ഇതെല്ലാം അറിയേണ്ട കാര്യങ്ങളാണ്. സോ ഉണ്ടായിരുന്നു, വീടുണ്ടായിരുന്നുകൊണ്ട് ഇൻഷുറൻസ് എടുക്കുന്നതായിരിക്കും ഒരു ആവറേജ് മലയാളി പറയുക, ആവറേജ് ആളുകൾ പറയുന്നത്. അല്ല, ഇൻഷുറൻസ് വേണ്ടെന്നുള്ള ഒരു കോൺസെപ്റ്റിലൂടെയാണ് നമ്മുടെ സമൂഹം കടന്നു പോകുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. സോ അപ്പോൾ അവർ പറയും, നിങ്ങൾ നേരെ HMRC ചെല്ലുക, HMRCയിൽ നിന്ന് ഇൻകം ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറയും. സോറി, എനിക്ക് ബിന്ദു ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഈ വീഡിയോ നോക്കി പറയുന്നതുകൊണ്ട് എനിക്ക് ബിന്ദുവിനെ ഇസ് ഓക്കെ ആണല്ലോ അല്ലേ? ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട്, കാരണം ഈ ചേട്ടനെ എൻ്റെ മുഖത്തേക്ക് നോക്കുന്ന പോലും ഇല്ലോ എന്ന് വിചാരിക്കും. കാരണം ഇത് ബിന്ദുവിൻ്റെ വീഡിയോ ആണ്. ഞാൻ ഓക്കെ, സോറി കേട്ടോ. ഞാൻ ആ ടോക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. എന്നാലും ഇടയ്ക്ക് ഞാൻ ശ്രമിക്കാം കേട്ടോ നോക്കാൻ. ഇടയ്ക്ക് ചോദിച്ചോണം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. അപ്പം ഈ ഒരു കണ്ടീഷനിൽ അവർ HMRCയിലേക്ക് ലീഡ് ചെയ്യും. നമ്മളെ HMRCയിലേക്ക് ഗൈഡ് ചെയ്ത് HMRC ചെന്ന് കഴിയുമ്പം
ഒരു കാര്യം മനസ്സിലാക്കണം, ഈ മരിച്ചുപോയ വ്യക്തിയുടെ മക്കളോ വൈഫോ അല്ലെ ഹസ്ബൻഡോ ഒക്കെ ആയിരിക്കും ചെല്ലുന്നത്. അവർ ഓൾറെഡി വളരെ ബുദ്ധിമുട്ടിലാണുള്ളത്. അതിന്റെ കൂട്ടത്തിൽ ഈ ഫണ്ടും കൂടെ കിട്ടിക്കഴിഞ്ഞിട്ട് അവർക്ക് വീടിന്റെ എന്താ പറയുന്നത്, വീട് റീപൊസസ്ഡ് ആകാതിരിക്കണം, അല്ലെങ്കിൽ വീടിന് പേ ഓഫ് ചെയ്തിട്ട് അത് അങ്ങനെ ഒത്തിരി സാമ്പത്തിക പ്രതിസന്ധികൾ ഉള്ളവരാണ് ഇത് എടുത്തു വെച്ചിരിക്കുന്നത് കൂടെ ആലോചിക്കണം. 2 ലക്ഷം 3 ലക്ഷം 5 ലക്ഷം പൗണ്ടൊന്നും കൊടുത്തു തീർക്കാൻ ആരുടെയും കയ്യിലില്ല. അതിനുവേണ്ടിയുള്ള ബാക്കപ്പ് മാത്രമാണിത്. ആ സാഹചര്യത്തിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ ഓക്കെ വീടിന്റെ പോസ്റ്റ് കോഡ് അടിക്കുന്നു. വീടിന്റെ പോസ്റ്റ് കോഡ് അടിച്ചു കഴിയുമ്പോൾ വീടിന്റെ അന്നത്തെ മാർക്കറ്റ് വാല്യൂ കിട്ടും. അപ്പോൾ ഈ മാർക്കറ്റ് വാല്യൂ അവരവിടെ എഴുതി, മറ്റുള്ളതൊക്കെ പൊക്കോട്ടെ. നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി ഒരു 3 ലക്ഷം പൗണ്ടാണ് വീടിന്റെ വിലയെന്ന് വിചാരിക്കുക. അപ്പോൾ ആ 3 ലക്ഷം പൗണ്ടുള്ള വീടിന്റെ കൂട്ടത്തിൽ അവർ ചോദിക്കുന്നു എത്ര എമൗണ്ടിന്റെ ഇൻഷുറൻസ് കിട്ടാനുണ്ട് തുക? 2 ലക്ഷം പൗണ്ട്. കാരണം അന്ന് വീടെടുത്തപ്പോൾ 2 ലക്ഷം പൗണ്ടാണെന്ന് വിചാരിച്ചു. ഈ രാജ്യത്തിന്റെ പല ഭാഗത്തും പല റേറ്റ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, ഞാൻ 2 ലക്ഷം പൗണ്ട് എടുത്ത വീട് ഇപ്പോൾ 10 വർഷം കഴിഞ്ഞപ്പോൾ 3.30 അപ്പോൾ ആ 3.30 40 ഒക്കെ ആകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് വരുമ്പോൾ അതിന്റെ വർധനമാണത്. ആ അത് അവിടെ നിൽക്കട്ടെ, ഇങ്ങനെ കണക്ക് കൂട്ടാം. 3 ലക്ഷം പൗണ്ടിന്റെ വീടുണ്ട്, 2 ലക്ഷം പൗണ്ട് ഇൻഷുറൻസ് ഉണ്ട്, 5 ലക്ഷം തന്നെ അവർ കണക്ക് കൂട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രാജ്യത്ത് 325,000 വരെ ഇൻഹെറിറ്റൻസ് ടാക്സ് വേണ്ട. www.ist.gov.uk ഇത് ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റാണ്. നിങ്ങളെല്ലാവരും അതിൽ കയറണം, ചെക്ക് ചെയ്യണം. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ടാക്സ് എത്ര എമൗണ്ടിൻ്റെ വരെ നമുക്ക് ടാക്സ് കൊടുക്കണം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഇൻഹെറിറ്റൻസ് ടാക്സ് കൊടുക്കേണ്ട കാര്യങ്ങൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കും. ഇതൊരു ഇൻഷുറൻസ് കമ്പനിയുടെ ട്രസ്റ്റ് ഡീഡ് ഡോക്യുമെൻ്റ് ആണ്. ഇതാണ് നമ്മൾ ട്രസ്റ്റ് ഡീഡായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഒരു എക്സാമ്പിളിന് വേണ്ടി എല്ലാ കമ്പനിക്കും ഉണ്ട്. അപ്പം ഇതിനകത്ത് തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കാര്യങ്ങൾ. ഞാൻ അതിലേക്ക് വരാം. ഉടനെ അവിടുന്ന് അവർ പറയുന്നു ഓക്കെ റൈറ്റ് 3,20,000 ഈ വീടിന് 5 ലക്ഷം ഉണ്ട്. ഇപ്പം ഞാൻ സിമ്പിളായിട്ട് പറയാം, 5 ലക്ഷമുണ്ട്. അപ്പം 3,25,000 പൗണ്ടിന് മേലെ വരുന്ന മുഴുവൻ തുകയ്ക്കും 40% ഇൻഹെറിറ്റൻസ് ആണ്, വ്യക്തമാണ്. അപ്പോൾ ഇവിടെ എത്രയുണ്ട്? 1,75,000 പൗണ്ട് എക്സസ് എമൗണ്ടാണ് ഈ ടാക്സ്, നമ്മുടെ ഫ്രീ ടാക്സിന് മേലെ. 3,25,000 കഴിഞ്ഞിട്ടുള്ള 5 ലക്ഷത്തിന് 175,000 40% ഇൻഹെറിറ്റൻസ് ആണ്. നമുക്കതിൻ്റെ ഒരു ആവറേജ് കണക്ക് ഒരു 74,000-75,000 പൗണ്ട് വരും. ഈ 75,000 പൗണ്ട് കൊടുക്കുക, നിങ്ങളുടെ ഇൻകം ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തരാം എന്ന് ഒരു HMRC എന്ന് പറയുമ്പോൾ ഈ പണം കൊടുക്കാൻ എത്ര, ഞാൻ മലയാളി എന്ന് പറയാം, ഞാൻ എല്ലാ കമ്മ്യൂണിറ്റിക്കും വേണ്ടിയിട്ട് ഞാൻ ക്ലാസ് കൊടുക്കാറുണ്ട്. പക്ഷേ അവരെല്ലാം ഐ എം റിയലി സോറി, ഈ ഒരു കാര്യത്തിൽ നമ്മുടെ മലയാളികൾ വളരെ വളരെ പിന്നിലാണ് എന്ന് പറയേണ്ടി വരുന്നു. വിദ്യാസമ്പന്നരായ, ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള മലയാളി സമൂഹം ഈ വക കാര്യങ്ങളിൽ ഒത്തിരി പിന്നിലാണെന്ന് പറയേണ്ടി വരുന്നതിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. മറ്റുള്ള എല്ലാ കമ്മ്യൂണിറ്റികളും ഇൻക്ലൂഡിങ് ആഫ്രിക്കൻസ്, ഏഷ്യൻസ് കമ്മ്യൂണിറ്റി, എല്ലാവരും അവർ ഈ കാര്യത്തിൽ വളരെ വിജിലൻ്റാണ്. അവർ അത് കൃത്യതയോടുകൂടി 90% അവരിത് പാലിക്കുന്നുണ്ട്. പക്ഷെ അവർ ഇൻഷുറൻസ് എടുക്കുന്ന ഒരു പക്ഷേ 50% ആയിരിക്കും ഉള്ള ആളുകളായിരിക്കും. ബട്ട് അവർ ചെയ്തു വെക്കേണ്ട ഡോക്യുമെൻറ്റിൻ്റെ കാര്യത്തിൽ അവർ 90%, മോർ ദാൻ 90%, 95%ഓളം അവർ കംപ്ലീറ്റ് ഡോക്യുമെൻറ്റും ചെയ്തു വെച്ച് സേഫ് ആയിട്ടുണ്ട്. സോ ഇവിടെ എത്ര ആളുകളുടെ കയ്യിലുണ്ട് ഈ 75,000 പൗണ്ട് അല്ലെ 70,000 പൗണ്ട് കൊടുക്കാൻ? എന്തിനാണ് ഇത് കൊടുക്കുന്നത്? അവർ ചോദിക്കുന്നത് ഈ 1,75,000 പൗണ്ടിൻ്റെ ഇൻഹെറിറ്റൻസ് ടാക്സ് ആണ്. അപ്പം അപ്പം ഞാൻ എൻ്റെ പൈസ മേടിക്കാൻ ചെന്ന വ്യക്തിയോട് ഇങ്ങനെ പൈസ കെട്ടിക്കൊള്ളാൻ എന്ന് പറയുമ്പം ഒരു ആവറേജ് ആൾ എന്താണ് ചിന്തിക്കുക? ഒരു ആവറേജ് മലയാളി ഇങ്ങനെ പറയുള്ളൂ. എനിക്ക് അന്നേ അറിയായിരുന്നു 10 പൈസ കിട്ടിയല്ല, ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഇങ്ങനെയാണ്, അല്ലെ ഇതൊരു വലിയൊരു തട്ടിപ്പാണെന്ന് പറയും. പക്ഷെ ഞാൻ ആ കൂടെ നിൽക്കുന്ന ഒരാളല്ല. എന്താ കാരണം അറിയൂ? ജീവിച്ചിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി ചെയ്തു വെക്കുന്ന ഡോക്യുമെൻറ്റുകളാണ് അയാളുടെ മരണത്തിന് ശേഷവും അയാൾക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്നതും സംസാരിക്കുന്നതും എന്ന യാഥാർത്ഥ്യം അറിയാത്തതുകൊണ്ടാണ്. ആ വ്യക്തി സൈൻ ചെയ്ത പേപ്പറാണ്, ആ ഡോക്യുമെൻറ്റുകളാണ് നാളെ ആ വ്യക്തിക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്ത് ഏത് കോടതിയിലും ഏത് അധികാരപ്പെട്ട സ്ഥലത്തും നമുക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്ത് സംസാരിക്കുന്നു എന്ന സത്യം നമ്മൾ തിരിച്ചറിയാതെ പോകുന്നതാണ് അതിനകത്തെ കാരണം. അപ്പോൾ ഈ മരിച്ചുപോയ വ്യക്തി ഇത് ചെയ്തിട്ടില്ല. എന്തായിരുന്നു അയാൾ ചെയ്യേണ്ടിയിരുന്നത്?
ജസ്റ്റ് ആ ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് 10-15 മിനിറ്റ് നേരത്തെ പണിയേ ഉള്ളൂ. ആ ഒരു ഡോക്യുമെൻ്റ് ചെയ്യാൻ ഒരു ഇൻഷുറൻസ് കമ്പനികളും പ്രേരിപ്പിക്കുന്നില്ല. ഒരു അഡ്വൈസർമാരോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് കമ്പനികളുടെ ആളുകളോ അത് ചെയ്യുന്നവരോ തയ്യാറാകുന്നില്ല. എന്താ, രണ്ടാമത് ഒരിക്കൽ കൂടെ പോകണം? 10.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് അബർഡീൻ എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്ക് 10.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് പോകേണ്ട സ്ഥലം ഞാൻ പോയിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ആ ഡോക്യുമെൻ്റ് ചെയ്യാൻ. കാരണം എന്താണെന്നറിയോ? ഈ വ്യക്തിക്ക് നാളെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലില്ല 3 ലക്ഷം 2 ലക്ഷം എടുത്ത് കൊടുക്കാൻ. അത് കൊടുക്കേണ്ടത് ആരാണ്? ഇൻഷുറൻസ് കമ്പനികൾ തന്നെയാണ്. സോ അത് ആ അഡ്വൈസറുടെ അല്ലെങ്കിൽ ആ കൊടുത്ത വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇത് ഫോണിൽ കൂടെ വിളിച്ച് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ വിളിച്ചിട്ട് ചേട്ടാ ചേച്ചി ഞാനത് ഇൻകം പ്രൊട്ടക്ഷൻ തരട്ടെ, ലൈഫ് കവർ തരട്ടെ, ക്രിട്ടിക്കൽനെസ് തരട്ടെ എന്നൊക്കെ പറയുന്നതല്ല ഇൻഷുറൻസ് എന്നത് യാഥാർത്ഥ്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞത്, നമ്മൾ ഒരു അഡ്വൈസോട് കൂടി മാത്രമേ ഇത് ചെയ്യാവൂ. സോ ഇവിടെ അല്ലെങ്കിൽ പിന്നെ വേറൊരു കാര്യം പറയും, എന്താ ഇതിങ്ങനെ തട്ടിപ്പാണെന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അതല്ലെങ്കിൽ പിന്നെ വേറൊരു കാര്യം പറയും. എന്നാൽ പിന്നെ സാറേ ഒരു കാര്യം, ഇവിടെ സാറില്ല കേട്ടോ, ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, ഞാനൊരു മലയാളി ആയതുകൊണ്ട് പറഞ്ഞു പോയതാ. സാറേ അതിനകത്ത് നിന്ന് 75,000 എടുത്തിട്ട് ബാക്കി തന്നേക്കാൻ പറയും. നമ്മൾ ഒരു ആവറേജ് ആളുകൾ ചിലപ്പോൾ പറയാൻ സാധ്യതയുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം, അങ്ങനെ പറയാൻ നമുക്ക് എന്ത് റൈറ്റാവുള്ള? കാരണം ഈ HMRCയുടെ കയ്യിൽ നമ്മുടെ എന്തെങ്കിലും ഈ പറഞ്ഞ 5 ലക്ഷം കിടപ്പുണ്ടോ? 3 ലക്ഷം പൗണ്ടിൻ്റെ എമൗണ്ട് വാല്യൂ ഉള്ള വീട്ടിലാണ് ഞാൻ കിടക്കുന്നത്. അവിടെ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡോ വൈഫോ ആയിരിക്കാം മരിച്ചു പോയത്. അപ്പം ഞാൻ വന്ന് ക്ലെയിം ചെയ്തിരിക്കുമ്പോൾ ആ വീട്ടിലാണ് ഞാൻ കിടക്കുന്നത്. ആ എമൗണ്ട് HMRCയുടെ കയ്യിലില്ല. പിന്നെ 2 ലക്ഷം പൗണ്ട് തരാനുള്ളത് ഏതോ ഇൻഷുറൻസ് കമ്പനികളാണ്. ദെൻ ഈ 5 ലക്ഷത്തിനകത്ത് നിന്ന് ഇത് എടുത്തിട്ട് ബാക്കി തരാൻ പറയാൻ എനിക്ക് HMRCയോട് പറയാൻ എന്ത് റൈറ്റാവുള്ളത്? നോ, ഒന്നുമില്ല. അപ്പോൾ അതും പോയില്ലേ. പിന്നെ എന്ത് ചെയ്യും? നിരാശനായി വീട്ടിലേക്ക് മടങ്ങേണ്ടി വരും. അങ്ങനെ ഒരു 3-4 പേര് കൂടെ കറങ്ങി നടക്കുന്നുണ്ട്, മീൻസ് കിട്ടാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അതൊക്കെ കിട്ടും, പക്ഷേ ടാക്സിലേക്ക് പോകും. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഇതിനകത്ത് പറയുന്ന 3 കാര്യങ്ങളാണ് ഒരു ട്രസ്റ്റ് ഡീഡിലൂടെ നമ്മൾ ചെയ്തു വെക്കുന്നത്. അതായത് സാധാരണഗതിയിൽ ഈ ഞാൻ പറയാറുള്ള ഒരു കാര്യമുണ്ട്, എന്താണെന്ന് അറിയോ? നേഴ്സിംഗ് ഒക്കെ പഠിക്കുന്ന ആളുകൾ ഈ നേഴ്സിംഗ് പഠിക്കുന്ന ആ സമയത്ത് 5 കാര്യങ്ങൾ അവർ ചെയ്യാറുണ്ട്. അതിൽ പറയുന്നത് റൈറ്റ് പേഴ്സൺ, റൈറ്റ് എമൗണ്ട്, റൈറ്റ് ടൈം, റൈറ്റ് റൂട്ട്, റൈറ്റ് മെഡിക്കേഷൻ. നേഴ്സല്ലേ, ഇത് ശരിയല്ലേ? ഇങ്ങനെ ചെയ്യാറുണ്ട് അല്ലേ? യെസ്, 5 റൈറ്റ്സ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ രാജ്യത്ത് വന്നു കഴിഞ്ഞപ്പം, ഇപ്പം എല്ലാ രാജ്യത്തുമായിട്ടുണ്ടാവും, ഒരു റൈറ്റ് കൂടെ വന്നിട്ടുണ്ട്. റൈറ്റ് ടു റെഫ്യൂസൽ, റൈറ്റ് ടു റെഫ്യൂസൽ. അങ്ങനെ 6 കാര്യങ്ങളായി. ഇതുപോലെ തന്നെയാണ് 3 കാര്യങ്ങളിലുള്ള റൈറ്റാണ് ഒരു പേഴ്സണ് കൃത്യമായ ഫണ്ട് അവൻ്റെ അക്കൗണ്ടിലേക്ക് വരാൻ. അതെന്തൊക്കെയാണെന്നറിയോ? റൈറ്റ് പേഴ്സൺ, റൈറ്റ് എമൗണ്ട്, റൈറ്റ് ടൈം. റൈറ്റ് പേഴ്സൺ ആണോ, ആർക്കാണ് ഈ ഫണ്ട് കൊടുക്കേണ്ടതെന്ന് കൃത്യതയോടുകൂടി പോയിന്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ്. റൈറ്റ് എമൗണ്ട് ആ വ്യക്തിക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ ടാക്സ് ഇല്ലാതെ തന്നെ ആ വ്യക്തിക്ക് ഇൻഷുറൻസിൻ്റെ തുക കിട്ടണം. റൈറ്റ് എമൗണ്ട് തന്നെ കിട്ടണം. അവിടെ ടാക്സിലേക്ക് പോകരുത്, ഒരു പ്രൊബേറ്റിലേക്ക് പോകരുത്. ഇനി റൈറ്റ് ടൈമിൽ തന്നെ കിട്ടണം. റൈറ്റ് ടൈം എന്ന് പറയുന്നത് തന്നെയാണ്. ഈ സംഗതി കൃത്യമായിട്ട് ഈ ഡോക്യുമെന്റിൽ തന്നെ പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഡോക്യുമെന്റുകൾ ആരും ചെയ്തു കൊടുക്കാത്തത്? ഇത് പറയുമ്പം പല ഇൻഷുറൻസ് ചെയ്യുന്നവർ എന്നോട് വെറുപ്പൊന്നും വിചാരിക്കരുത്. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു അഡ്വൈസർ എന്ന നിലയിൽ എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ എന്തിനാ ഹൈഡ് ചെയ്യുന്നത്? ഇതിനകത്ത് തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയിട്ട് വാട്ട് ഈസ് ട്രസ്റ്റ്, അല്ലെങ്കിൽ ഇൻഷുറൻസിന്റെ ട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താ, ട്രസ്റ്റ് ഡീഡ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ഇന്നിപ്പം ഒരാൾക്കും നുണ പറഞ്ഞ് ഒരിടത്തും രക്ഷപ്പെടാൻ പറ്റില്ല. ലോകം എല്ലാവരുടെയും ഉള്ളംകൈയിൽ തന്നെയാണ്. എന്ത് കാര്യം പറഞ്ഞാലും പിന്നെ നമുക്ക് അടിച്ചു നോക്കി അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ട്രസ്റ്റ് ഡീഡ് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഇൻഷുറൻസ് കമ്പനികൾ അത് ചെയ്തു കൊടുക്കാത്തത് ഓപ്ഷണലാണ് എന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് ഇതിനകത്തുണ്ട് വാട്ട് ഈസ് ഇറ്റ്, ഇത് എന്തിനു വേണ്ടി, എയിംസ് ഓഫ് ദ ട്രസ്റ്റ്. ഞാൻ പെട്ടെന്ന് അതിൻ്റെ ആ ഹൈലൈറ്റ് ചെയ്ത് മാത്രം പറയാം. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. 3 എയിംസ് ആണ് ഇതിനകത്ത്. അവർ പറയുന്ന 3 പിന്നെ കാര്യങ്ങളാണ് എന്താണ് എൻഷുർ ചെയ്യേണ്ടത്. ടു എനേബിൾ യു ദ സെറ്റിലർ ടു ട്രാൻസ്ഫർ ദ പ്ലാൻ ഇൻ ടു ട്രസ്റ്റ് ടു ബി ഹെൽഡ് ഫോർ ദ ബെനിഫിറ്റ്സ് ഓഫ് ദ ട്രസ്റ്റ് ബെനിഫിഷ്യറീസ്. 3 കാര്യങ്ങൾ എൻഷുർ ആയിരിക്കണം. താഴെ പറയുന്നു, to ensure that if the benefits of the plan are paid on your death, they will not be liable to inheritance tax as part of your taxable estate. അതാണ് ഞാൻ വീടുമായി റിലേറ്റ് ചെയ്ത് മുമ്പേ പറഞ്ഞത്.
ഇനി രണ്ടാമത് എൻഷുർ ചെയ്യേണ്ട കാര്യം, to ensure that if the benefits of the plan are paid on your death, they are paid into the trust without the delay that would be arise from the need to obtain a grant of probate. എന്തിനു വേണ്ടി? Letters of administration on your estate, there will be need to be at least one surviving trustee at the time of your death. സിമ്പിളാണ്. സമയം ഇതിനു വേണ്ടി ഈ ലെറ്റേഴ്സും ഈ അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യത്തിന് വേണ്ടി എടുത്തു വരുന്ന കാലതാമസം ഒഴിവാക്കിക്കൊണ്ട് റൈറ്റ് ടൈമിൽ അവർക്ക് ഫണ്ട് കിട്ടുന്നതിന് വേണ്ടി. ഇനി മൂന്നാമത്തെ കാര്യം പറയുന്നുണ്ട്. എന്താണ് ആ 3 കാര്യങ്ങൾ? മൂന്നാമത്തെ കാര്യം, ഇഫ് യു ഡു നോട്ട് അപ്പോയിൻറ്റ് എനി അഡീഷണൽ ട്രസ്റ്റീസ് ആൻഡ് ഇഫ് ദ ബെനിഫിറ്റ്സ് ഓഫ് ദ പ്ലാൻ ആർ പെയ്ഡ് ഓൺ യുവർ ഡെത്ത്, വി വിൽ നീഡ് ടു ബി ഡിലേ പേയ്മെൻറ്റ് ആൻഡ് ഡിലേ ഗ്രാൻഡ് ഓഫ് പ്രൊബേറ്റ്. ഈ പ്രൊബേറ്റ് ഗ്രാൻഡ് ആകുന്നത് വരെയുള്ള കാലതാമസം ഉണ്ടാവും. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ പലരും ഇതിൻ്റെ പുറകെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരും. അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട ഒരു കാര്യമാണോ ഇത്? അല്ല. സോ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിനെ നമ്മൾ ഇതിലേക്ക് ആക്കുന്നു. അതാണ് ട്രസ്റ്റി എന്ന് പറയുന്നത്. ട്രസ്റ്റിയുടെ അക്കൗണ്ടിലേക്കാണ് ഫണ്ട് വരേണ്ടത്. അപ്പോൾ ഇത് കേവലം ഒരു ചെറിയ ഒരു ഡോക്യുമെൻ്റ്, അവരുടെ ഇൻഷുറൻസിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റുകളും വീട്ടിലെത്തി കഴിയുമ്പോൾ 1 മാസമോ അല്ല 2 മാസമോ അതിൽ കുഴപ്പമൊന്നുമില്ല. അത് ആ അഡ്വൈസർ ആ വീട്ടിൽ ചെന്ന് രണ്ടാമത് ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ്. വെറും ഒരൊറ്റ ഷീറ്റ് അല്ല 2-3 ഷീറ്റ്, പല ഡിഫറെൻറ്റ് പ്രൊവൈഡേഴ്സിനും പലതരത്തിലുള്ളതും, പക്ഷേ എല്ലാത്തിൻ്റെയും സത്ത ഒന്ന് തന്നെയാണ്. ഒരു 3-4 പേജുകളൊക്കെ ഉണ്ട് പല കമ്പനികൾക്കും. പക്ഷേ ഈ കമ്പനിക്ക് ഒറ്റ ഷീറ്റേ ഉള്ളൂ, ഒറ്റ പേജേ ഉള്ളൂ. ഇതിനകത്ത് കൃത്യമായിട്ട് ആ ട്രസ്റ്റ് ഡീഡ്, ഹസ്ബൻഡിൻ്റെ ആരാണ് പോളിസി എടുത്തത്, അയാളുടെ പോളിസി നമ്പർ, അയാളുടെ പേര്, അയാളുടെ ഡീറ്റെയിൽ, പിന്നെന്താ ബെനിഫിഷ്യറി, ഹസ്ബൻഡിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് മക്കളെ വെക്കുന്നു, കുട്ടികളെ വെക്കുന്നു, പിന്നെ അതിനകത്ത് പെർസെൻറ്റേജ് വെക്കുന്നു. ഓരോരുത്തർക്കും എത്ര. ഈ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇൻഷുറൻസ് കമ്പനി ഈ പറഞ്ഞ വ്യക്തികൾക്ക് ആ പെർസെൻറ്റേജ് ആയിട്ടല്ല കൊടുക്കുന്നത്. അത് വരാൻ പോകുന്ന ഒരു ഡിസ്പ്യൂട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ ആദ്യമേ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു, ഈ രാജ്യത്തെ നിയമം നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമം അല്ല. ഇവിടെ സ്റ്റെപ്പ് സൺ, സ്റ്റെപ്പ് ഡോട്ടർ, എക്സ് വൈഫ്, എക്സ് ഹസ്ബൻഡ്, പാർട്ട്ണർ, ഇങ്ങനെ ഒത്തിരി സിവിൽ പാർട്ട്ണർ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ രാജ്യത്ത്. ഒരാൾ വിവാഹബന്ധം വേർപ്പെടുത്തി അങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആളുടെ കൂടെ കുട്ടികൾ അങ്ങ് പോയെന്ന് വിചാരിക്കട്ടെ. ഈ വിവാഹബന്ധം വേർപ്പെടുത്തിയ വ്യക്തി മറ്റൊരു വിവാഹം കഴിഞ്ഞെന്നിരിക്കട്ടെ. ആ വ്യക്തി വിവാഹം കഴിച്ചപ്പോൾ വിവാഹം കഴിച്ചു കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് ഈ ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ട് ഈ വ്യക്തി മരിച്ചു. ആദ്യം ഡിവോഴ്സായി പോയ ആൾ പോയി, ആ ആളുടെ കൂടെയാണ് കുട്ടികളും പോയതെന്ന് വിചാരിക്കുക. പക്ഷെ ഒരു ഡിവോഴ്സ് കംപ്ലീഷൻ ആകുമ്പോൾ അതിനകത്ത് ചില ചോദ്യങ്ങളുണ്ട്. ഈ വ്യക്തിക്ക് ലോട്ടറി അടിച്ചാൽ പോലും, ഈ വ്യക്തിയുടെ പേരിലുള്ള ബെനിഫിറ്റുകൾ എന്തെങ്കിലും കിട്ടിയാൽ പോലും ഈ ആൾക്ക് യാതൊരു അവകാശവും ഇല്ലെന്ന് അറിയാവുന്ന ആളുകൾക്കറിയാം, നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. സോളിസിറ്റർ അത് എഴുതി ചേർക്കും. അതിൻ്റെ എല്ലാം പര്യവസാനമാണ് ആ ഡിവോഴ്സ് കംപ്ലീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഈ വൈഫിന് അല്ലെങ്കിൽ ഹസ്ബൻഡിന്, എക്സിന്, ഈ വ്യക്തിക്ക് ഉള്ള, ആ വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു ബെനിഫിറ്റിനും അവകാശമില്ല. ബട്ട് ആ വ്യക്തിയുടെ പേരിലുള്ള ബെനിഫിറ്റിന് മറ്റ് ഒരാൾക്ക് അവകാശമുണ്ട്. ഐ മീൻ ഒരാളെന്ന് പറഞ്ഞത് മറ്റൊരു ടീമിന്. ഹൂ ഇസ് ദാറ്റ്? ഹൂ വിൽ ബി ദാറ്റ്? ചിൽഡ്രൻ. ഡെഫിനറ്റ്ലി ആ കുട്ടികൾ അവകാശം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിയുടെ പേരിൽ ഒരു കേസ് വരാൻ പാടില്ല. അതിൻ്റെ പേരിലാണ് പ്രധാനമായിട്ട് ഇവർ ഇതൊക്കെ കണക്ക് കൂട്ടുന്നത്. മനസ്സിലാക്കണം, റൈറ്റ് പേഴ്സൺ ആയിരിക്കണം. അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ഇവിടെ അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു 3 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആളുകൾ ഞെട്ടിപ്പോന്നു. എന്താണ് 3 മണിക്കൂർ? സിനിമാ കഥ പറയുന്നുണ്ടോ? നാട്ടുവർത്താനം പറയുന്നുണ്ടോ? കോവിഡിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ? നമ്മൾ ഇതൊന്നും അല്ല പറയുന്നത്. വളരെ കൃത്യതയോടെയുള്ള പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ 3 മണിക്കൂർ വാട്സാപ്പിൽ കുത്തിയിരുന്ന് 3-4 മണിക്കൂർ ചെലവഴിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല മനുഷ്യർക്ക്. ഞാൻ കുറ്റപ്പെടുത്തുകയാണെന്ന് വിചാരിക്കരുത്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ നേരിടാൻ പോകുന്ന, നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന പല കാര്യങ്ങൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഫാമിലിയാണ്. അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് സമയം ചെലവഴിക്കാൻ ലൈഫിൽ ഒരു തവണ ഒരു 2, 3, 4 മണിക്കൂർ ചെലവഴിക്കുവാൻ നമ്മൾ തയ്യാറില്ലെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ തെറ്റാണെന്നേ. അത് നമ്മുടെ തെറ്റാ. എത്രയോ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്കിവിടെ ഉണ്ടായിട്ടുണ്ട്. വെറും 1/2 മണിക്കൂർ നേരെ അപ്പോയിൻമെൻറ്റ് മേടിച്ച് ഞാൻ ചെന്നിട്ട് സംസാരിച്ച് തീരാ വന്നപ്പം അയാൾക്കൊരു ഡെൻ്റൽ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. അതിന് പോകുന്ന കാര്യം പറഞ്ഞപ്പം അയാൾ പറഞ്ഞു, നീ ബോഡി എവിടുന്ന്, ഭാര്യയോട് പറഞ്ഞു, നീ ബോഡി എവിടുന്ന്, ഡെൻ്റൽ അപ്പോയിൻമെൻറ്റ് ഞാൻ പിന്നെ ചെയ്യുന്നുള്ളൂ, ഇത് കേട്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ ആൾ വരെ ഉണ്ട്. അതിൻ്റെ അർത്ഥം മാതിസറിന് ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു മഹാസംഭവം പറയുന്ന കാര്യങ്ങളിൽ എന്തോ യാഥാർത്ഥ്യമുണ്ടെന്ന് അയാൾക്ക് തോന്നിയതുകൊണ്ട് അല്ലേ ഞാൻ അയാൾക്ക് വേറെ മെസ്മർസ് ഒന്നും ചെയ്തു കൊടുത്തില്ല.
സോ ഇത് നമ്മൾ മനസ്സിലാക്കാതെ കടന്നുപോയാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ പ്രയാസപ്പെടും. നമ്മൾ കൃത്യമായ ഇൻഫർമേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അവിടെയാണ് ഞാനിത് ചൂണ്ടിക്കാണിക്കുന്നത്. സോ ഇവിടെ ഈ ട്രസ്റ്റ് ഡീഡ് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതിൽ നിന്ന് നമ്മളാരും മാറിപ്പോരുത്. ഇനി എങ്ങനെ ക്ലെയിം ചെയ്യുന്നത്? ആർക്കും ക്ലെയിം ചെയ്യാതെ വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എത്രയോ ലക്ഷങ്ങളെക്കാൾ കോടികളെക്കാൾ വിലപ്പെട്ട ഒരു മനുഷ്യൻ്റെ ജീവിതം പോയതിന് ശേഷം നമുക്ക് കുറേ പൈസ കിട്ടിയിട്ട് എന്താ കാര്യം അല്ലേ? നമ്മളെപ്പോഴും ലൈവായിരിക്കുന്നത് കാണാനാണ് നമുക്ക് ആഗ്രഹം. സോ അതുകൊണ്ട് എന്നാലും ഇത് ബാക്കപ്പ് അല്ലേ? ഇത് എന്തിനാ നമ്മൾ പൈസ കൊടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാം അല്ലേ? ഹെൽപ്പ് കിട്ടണം. സോ ആ ഒരു സാഹചര്യത്തിൽ ഇതാവശ്യമാണ്. പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ 10 അല്ലെ 15 ദിവസത്തിനുള്ളിൽ പൈസ നിങ്ങളുടെ വീട്ടിൽ കിട്ടും. ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഇൻഷുറൻസിൻ്റെ ഈ തന്നയാൾ അങ്ങനെ പറഞ്ഞു, 10 മാക്സിമം 10 ദിവസം, 10 വർക്കിംഗ് ഡേയ്സിൽ നിങ്ങളുടെ വീട്ടിൽ പൈസ കിട്ടുന്നത്. പക്ഷേ ആ തെറ്റിദ്ധാരണ നമ്മളൊന്ന് തിരുത്തേണ്ടതായിട്ടുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ രാജ്യത്ത് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. എക്സ്പെക്റ്റഡ് ഡെത്ത് ആണെങ്കിൽ മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ ഒരു ഐ വിറ്റ്നസ്സോടുകൂടെ മരിച്ച വ്യക്തിയാണെങ്കിൽ പോസ്റ്റ്മോർട്ടമോ മറ്റുള്ള ഡീറ്റെയിലേക്ക് പോയില്ല. ബട്ട് ഉറക്കത്തിൽ കിടന്ന് മരിക്കുകയോ അങ്ങനെ ആ ഒരു എക്സ്പെക്റ്റഡ് ഡെത്ത് അല്ലാത്ത ഏതൊരു ഡെത്തിനും കൊറോണർ അത് കൃത്യമായി പോസ്റ്റ്മോർട്ടം ചെയ്യും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് അത് നമുക്കറിയാമല്ലോ. 2 സർട്ടിഫിക്കറ്റുകളാണ് ഇവർ ഇഷ്യൂ ചെയ്യുന്നത്. ഒന്ന് എൻട്രി സർട്ടിഫിക്കറ്റ്, രണ്ടാമത് ഫൈനൽ ഡെത്ത് സർട്ടിഫിക്കറ്റ്. ഈ ഫൈനൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാതെ ഒരിക്കലും ഇൻഷുറൻസ് കമ്പനി പേ ചെയ്യുകയില്ല. കാരണം അവർക്കറിയണം ഈ ഫൈനൽ സർട്ടിഫിക്കറ്റിലാണ് കോസ് ഓഫ് ദ ഡെത്ത് ഉള്ളത്. കോസ് ഓഫ് ദ ഡെത്ത് കിട്ടാതെ ഇൻഷുറൻസ് കമ്പനിക്ക് അറിയില്ല എന്ത് കാരണം കൊണ്ടാണ് ഈ വ്യക്തി മരിച്ചത്. ഡെത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു എൻട്രി സർട്ടിഫിക്കറ്റാണ്. അത് മറ്റൊരാളുടെയാണ്. അത് ഞാൻ ആളുടെ പേര് നോക്കണ്ട, മരിച്ച ഒരാളുടെയാണ്. ഇതിനകത്ത് കോസ് ഓഫ് ദ ഡെത്ത് എഴുതിയിട്ടുണ്ട് ഇല്ലേ? ഇതിൻ്റെ പേര് എൻട്രി. ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് എക്സ്പെക്റ്റഡ് ഡെത്താണ്. ഇനി എക്സ്പെക്റ്റഡ് ഡെത്ത് അല്ലാതെയാണ് എങ്കിൽ ഈ കോസ് ഓഫ് ഡെത്ത് എന്നുള്ള സ്ഥലത്ത് ബ്ലാങ്ക് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പൈസ കിട്ടാൻ അതിൻ്റെ റിസൾട്ട് വന്നു. നമുക്കറിയാം, ഇവിടെ മരിച്ചു കഴിഞ്ഞ് അടക്കം ചെയ്ത് ഒരാളെ രണ്ടാമത് മാന്തിയെടുത്ത് റീപോസ്റ്റ്മോർട്ടം ചെയ്യുക, അല്ലെങ്കിൽ ഇവിടുന്ന് ബോഡി ഏതെങ്കിലും രാജ്യത്തേക്ക്, ഇപ്പോൾ ഇന്ത്യക്കാരാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുന്നവരുണ്ട്, UK പല രാജ്യത്തേക്കും പോകുന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ ബോഡി അവിടെ ചെന്ന് പിന്നെ രണ്ടാമത് റീപോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റുമോ? ഒരു സ്യൂമായി ആരെങ്കിലും കേസ് സ്വീകരിക്കപ്പെട്ടാൽ ഇല്ല. അപ്പോൾ കൃത്യമായി അവരത് ചെയ്തു വെച്ചിരിക്കും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വരാൻ കാത്തിരിക്കണം. ഇതിന് വരുന്ന കാലതാമസം നമ്മൾ കാത്തിരുന്നേ പറ്റുള്ളൂ. അതിന് വെറുതെ തെറ്റിദ്ധരിപ്പിച്ച് 10 ദിവസം 15 ദിവസം കൊണ്ട് പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. പ്രാക്ടിക്കലി അത് തെറ്റാണ്. എന്നാൽ എക്സ്പെക്റ്റഡ് ഡെത്ത് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 1 മന്തിനുള്ളിലെങ്കിലും നമുക്ക് അതിൻ്റെ പൈസ കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നാലും ഒരു 1.5 മന്തെങ്കിലും പിടിക്കും. സോ ഇവിടെ ഈ ഒരു കാര്യം ഞാൻ പറയാൻ പ്രത്യേക ഒരു കാര്യമുണ്ട്. ഈ എൻട്രി സർട്ടിഫിക്കറ്റ് നമുക്ക് തരിക എന്ന് പറഞ്ഞാൽ ബോഡി ട്രാൻസ്പോർട്ടേഷനും ബറിയലിനും വേണ്ടിയിട്ടാണ് മെയിനായിട്ട് അവർ നമുക്ക് തരുന്നത്. കാരണം അവർ എടുക്കേണ്ട ഡീറ്റെയിൽ അവരെടുത്തു. അപ്പോൾ എടുത്തു കഴിഞ്ഞ് അവർക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതാണെങ്കിൽ അവർ പോസ്റ്റ്മോർട്ടം ചെയ്തു. ബട്ട് റിസൾട്ടിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യണം. അത് 1, 2, 3 മാസം കഴിഞ്ഞോട്ടെ. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം അവർ ചെയ്ത് എൻട്രി സർട്ടിഫിക്കറ്റ് റിലീസ് ചെയ്യും. ആ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ ബോഡി എവിടെ നമുക്ക് മറവ് ചെയ്യാം, നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം. അതിന് മാത്രമാണ്. പക്ഷേ അല്ലാതെ അവർ പെട്ടെന്ന് ഫണ്ട് പേ ഔട്ട് ചെയ്യുകയില്ല. ഈ കാര്യം കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. പെട്ടെന്ന് നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ മറ്റന്നാൾ പൈസ കിട്ടുമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കരുത്. ഇനി പലരുടെയും ഒരു സംശയമുണ്ട്, ചേട്ടാ ഈ പൈസ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് ടാക്സ് കൊടുക്കണം. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ടാക്സ് കൊടുക്കേണ്ട ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളത്. അപ്പം ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നത് ഈ പറഞ്ഞ ഡോക്യുമെൻ്റ് നമ്മൾ ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെ തുകയ്ക്ക് നമ്മൾ ടാക്സ് കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഈ ഡോക്യുമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് വളരെ വലുതാണ്. ഓക്കെ. ഇപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്, ചേട്ടാ എന്നാൽ പിന്നെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, എനിക്കതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് തരാമെന്ന്. നോ, ഐ ആം സോ സോറി. കാരണം എന്താണെന്നറിയോ, മലയാളത്തിൽ പറയാൻ മറ്റൊരാളുടെ പറമ്പിൽ കയറി കളയ്ക്കാൻ എനിക്ക് റൈറ്റ് ഇല്ലല്ലോ.
കാരണം ഞാൻ അതിനെ ട്രസ്റ്റ് ഡീഡ് ഇതിൻ്റെ എല്ലാം ഈ പറഞ്ഞതെല്ലാം ഞാൻ എല്ലാ കമ്പനികളുടെയും പ്രോഡക്റ്റ് ഞാൻ ചെയ്യുന്ന ആളാണ്. പക്ഷേ മറ്റൊരാൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഷുറൻസ് എനിക്കറിയത്തില്ല. അത് ഫാക്ട് ഫൈൻഡ്, അതിൽ എന്ത് ഫാക്ട് ഫൈൻഡ്, അവർ ചെയ്ത ഫാക്ട് ഫൈൻഡ്, അതിൽ ചെയ്ത നീഡ് അനലൈസേഷൻ, അതിൽ ചെയ്ത നീഡ് അനലൈസ് ചെയ്തപ്പോൾ അവിടെ ഒരു നീഡ് ഉണ്ടായിരുന്നോ, അവിടെ അതൊരു അവസാനം അതിനൊരു എന്താ പറയുക ഷോർട്ട് ഫോൾ ഉണ്ടായിരുന്നോ, ഇതൊന്നും എനിക്കറിയില്ല. അത് കൊടുത്ത ആൾക്കേ അറിയത്തുള്ളൂ അല്ലേ. അപ്പം ഞാൻ എങ്ങനെയാണ് മറ്റൊരാളുടെ ഈ ഡോക്യുമെൻറ്റിൻ്റെ ഡീറ്റെയിൽ അറിയാതെ ഞാൻ അവർക്ക് ഈ ട്രസ്റ്റ് ഡീഡ് ചെയ്ത് കൊടുക്കുന്നത്? അപ്പോൾ അതിനുള്ള ഒരേ ഒരു വഴി എന്താ പറയുന്നത്, ഞാൻ പറയും നിങ്ങൾ കാര്യം ചെയ്യും, നോ ക്യാഷ് ഇൻ വാല്യൂ അല്ലേ, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാമല്ലോ. നിങ്ങൾക്ക് അങ്ങനെ പ്രോപ്പറായിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് അല്ല, ഒരു ഇൻഷുറൻസ് അല്ല നിങ്ങളുടെ കയ്യിൽ ഇരിക്കും തോന്നിയാൽ നിങ്ങൾ ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ ഉള്ളിടത്തു നിന്ന് എടുക്ക്. അതിൻ്റെ അർത്ഥം മാത്യു ചേട്ടൻ പോളിസി ക്യാൻസൽ ചെയ്യുന്ന ആളാണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിച്ചേക്കരുത്. എൻ്റെ കയ്യിൽ വരുന്ന ഒരു ഡോക്യുമെൻറ്റും കൃത്യതയിൽ ഉള്ള ഏതെങ്കിലും ഡോക്യുമെൻറ്റിൽ കൃത്യത ഉള്ളതാണ് എങ്കിൽ ഞാൻ അവരോട് റെക്കമെൻഡ് ചെയ്യുന്നത് ദയവ് ചെയ്ത് നിങ്ങളിത് ക്യാൻസൽ ചെയ്യരുത് എന്നാണ്. പക്ഷേ ഇതിനകത്ത് എവിടെയെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ അവരോട് പറയുള്ളൂ, നിങ്ങൾക്ക് ഈ ഡോക്യുമെൻറ്റിൽ നിങ്ങൾക്ക് ഇന്ന തരത്തിലുള്ള കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങളത് പരിഹരിക്കണം. അപ്പോൾ മാത്രമേ ഞാൻ ആക്റ്റീവുള്ളൂ. ഞാൻ ആരോടും പോളിസി ക്യാൻസൽ ചെയ്തിട്ട് എൻ്റെ അടുത്ത് നിന്നും പോളിസി ഞാൻ പറയാല, മനസ്സിലായില്ലേ? അതുകൊണ്ട് അതിനെപ്പറ്റി നിങ്ങൾ ആരും ഭയപ്പെടേണ്ട. ഈ രാജ്യത്ത് ജീവിക്കുന്നവരോട് ഞാൻ പറയുന്നത്, എന്നെ കേൾക്കുന്ന ആളുകൾ, ഞാൻ പോയിട്ടുള്ള ആളുകൾ, ഞാൻ പറഞ്ഞില്ലേ 100 കണക്കിന് ആളുകൾ എൻ്റെ ക്ലയൻസ് ഉണ്ട് ഈ രാജ്യത്ത്. 100 കണക്കിന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അതിനെ ഒന്ന് വലുതാക്കി പറയാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പം ഒരു വർഷം ഒരു 1.4 അത് എനിക്കൊന്നൊരു 1,40,000 1,30,000 മൈലോളം ഞാൻ ഓടുന്ന ആളുകളുമായിട്ട് സംവദിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പം ആ ക്ലയൻസുകളെല്ലാം ഒരിക്കൽ പോലും ഒരു ക്ലയൻസ് എന്നോട് പറയല ഞാൻ അവരെ ഇങ്ങനെയുള്ള കാര്യത്തിൽ നിർബന്ധിക്കും, ഒരിക്കലും പറയല. അത് പറയാൻ പാടില്ല. കാരണം ഞാൻ പറയാൻ പാടില്ല. നിങ്ങളോട് അഡ്വൈസ് ചെയ്യുക. അഡ്വൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും എവിടെയാണ് മിസ്റ്റേക്ക് എന്ന് കണ്ടുപിടിച്ചുകൊണ്ട് അത് പരിഹരിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി ഈ ട്രസ്റ്റ് ഡീഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ട്രസ്റ്റ് ഡീഡ് ചെയ്യുന്നത്? ഈ രണ്ടാമത് ഈ ഫൈനാൻഷ്യൽ അഡ്വൈസർ വന്ന് ഈ ഡോക്യുമെൻ്റ് പരിശോധിച്ച് ഒരു ഫയൽ കൊണ്ടുവന്ന് ആ ഫയലിനകത്താക്കി കൃത്യമായിട്ട് ഓരോന്നും ലൈഫ് കവർ, ക്രിട്ടിക്കൽ ഇൽനെസ്, ഹസ്ബൻഡ്, വൈഫ്, അല്ലെ ഇൻകം പ്രൊട്ടക്ഷൻ്റെ, അത് അങ്ങനെ ഇതെല്ലാം 1 by 1 ആയിട്ട് എല്ലാം റെഡിയാക്കി അവർക്ക് ട്രസ്റ്റ് ഡീഡ് ചെയ്യേണ്ട ഡോക്യുമെൻ്റ് ആ വ്യക്തി തന്നെ കൊണ്ടുവരുന്നു, അഡ്വൈസർ തന്നെ കൊണ്ടുവരണം. അവർക്കൊരു ഹാസിലും വരുത്താതെ അത് അവിടുന്ന് ചെയ്ത് കൃത്യമായി അവരെ കൊണ്ട് സൈൻ ചെയ്യിച്ച് എല്ലാം റെഡിയാക്കി അവരുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ അവരെ കൊണ്ട് തന്നെ എഴുതിപ്പിക്കുന്നത് നമ്മളുടെ വിറ്റ്നസ്സിൽ. എന്നിട്ട് ഇതെല്ലാം ചെയ്തതിന് ശേഷം ആ വീട്ടിൽ താമസിക്കാതെ മറ്റാരെ കൊണ്ടെങ്കിലും വിറ്റ്നസ് സൈൻ ചെയ്ത്, അത് 1 ടൈം വിറ്റ്നസ്സാണ്, ആ വ്യക്തിക്ക് പിന്നെ അതുമായി യാതൊരു ബന്ധവുമില്ല. ഇത് കഴിഞ്ഞ് നമ്മൾ ഫ്രീ എൻവലപ്പ് കൊടുക്കും, അല്ലെങ്കിൽ സ്റ്റാമ്പ് ഒട്ടിക്കുന്ന പേപ്പർ അങ്ങ് കൊടുക്കുന്നു. ആ വ്യക്തി തന്നെ ഇത് പോസ്റ്റ് ചെയ്യുന്നു. വിത്തിൻ 10-15 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ആ ഡോക്യുമെൻ്റ് തിരിച്ചു വരും. അവിടെ എൻഡോസ് ചെയ്ത് ആ ഡോക്യുമെൻ്റ് തിരിച്ചു വരും. ആ ഡോക്യുമെൻ്റിൻ്റെ കൂടെ ഒരു ലെറ്റർ ഉണ്ടാവും. അതിനകത്ത് പ്രത്യേകമായി ആ ഡോക്യുമെൻ്റ് വരുമ്പോൾ അതിൻ്റെ കൂടെ ആ ലെറ്റർ ഉള്ളതിനകത്ത് പ്രത്യേകമായിട്ട് എഴുതുന്നുണ്ട്, താങ്ക് യു ഫോർ സെൻഡിങ് ഇൻ ദ കംപ്ലീറ്റ് ട്രസ്റ്റ് ഫോം. ഐ ഹാവ് റെക്കോർഡഡ് ദ ട്രസ്റ്റ് ആസ് യു റിക്വസ്റ്റഡ്. ദ ഒറിജിനൽ ട്രസ്റ്റ് ഡോക്യുമെൻ്റ് ഈസ് എൻക്ലോസ്ഡ് ഫോർ യുവർ റെക്കോർഡ്സ്. നമ്മുടെ റെക്കോർഡിൽ സൂക്ഷിക്കാൻ അവർ നമുക്ക് ക്ലോസ് ചെയ്ത് വിടും കേട്ടോ. അവരൊരു കാര്യം ഓർമ്മിപ്പിക്കും, പ്ലീസ് ഡോണ്ട് ഓൾട്ടർ ദിസ് ഡോക്യുമെൻറ്റ്. Any changes to the trust must be made by deed. We can prepare at your request. പല ആളുകളും ചെയ്തു വെക്കുന്നൊരു കാര്യമാണ് ഈ ട്രസ്റ്റ് ഡീഡ്. ഒരു മക്കൾക്ക് 18 വയസ്സ് ആയിക്കഴിഞ്ഞാൽ ആ മക്കളെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാക്കാം, മക്കളെ കൂടെ ട്രസ്റ്റ് ചെയ്യാക്കാം, 4-5 ട്രസ്റ്റിമാരെ അതിനകത്താക്കാം. അപ്പം ഈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്താണ്, മക്കൾക്ക് പ്രായം 16 or 15 ആയിരിക്കും. അപ്പോൾ ഈ 18 കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എടുത്തിട്ട് ആ ട്രസ്റ്റി കോളത്തിൽ ഇതാ, ആ ട്രസ്റ്റി കോളം ഇവിടെ കിടപ്പുണ്ട്, ആ ട്രസ്റ്റി കോളത്തിനകത്തേക്ക് അവർ പേരെഴുതി വെക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് 4 ട്രസ്റ്റികളുടെ കോളമാണിത്, അഡീഷണൽ ട്രസ്റ്റികൾ. അപ്പോൾ ആ ട്രസ്റ്റിയുടെ പേരെഴുതി, അപ്പോൾ തന്നെ അത് ഇൻവാലിഡായി, ആ ഡോക്യുമെൻ്റ് ഇൻവാലിഡായി. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു കാരണവശാലും ഓൾട്ടർ ചെയ്യരുത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അതിന് നമുക്ക് അവരോട് ജസ്റ്റ് ഇതിനകത്ത് തന്നെ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് അമെൻഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു നമ്പറുണ്ട് കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവരൊരു ഡോക്യുമെൻ്റ് അയച്ചു തരും. അതിനകത്ത് നമ്മൾ ആരുടെ പേരാണ്, ട്രസ്റ്റിയെ മാറ്റാം, എപ്പോൾ വേണമെങ്കിലും ട്രസ്റ്റിയെ നമുക്ക് ചേർക്കാം, നമുക്ക് ബെനിഫിഷ്യറിയെ മാറ്റാം, ബെനിഫിഷ്യറിയെ നമുക്ക് ചേർക്കാം. ഇതൊക്കെ നമുക്ക് മറ്റൊരു ഡോക്യുമെൻറ്റിലൂടെ ചെയ്യാൻ പാടും.
ഇങ്ങനെയുള്ള ഇതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്, ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസ് മേടിക്കാതെ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പലരും ഞാൻ കാണുന്നുണ്ട് ഓൺലൈൻ വഴി ഇതെടുത്ത് വെക്കും ഏറ്റവും ചീപ്പായിട്ടുള്ള സാധനം. എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവന് ഹെൽപ്പ് ചെയ്യാൻ അവനൊരു സാമ്പത്തിക സഹായത്തിന് വേണ്ടി എടുത്തു വെക്കുന്ന ഒരു കാര്യം. ആ വലിയ വീട് മേടിക്കുന്നു, വണ്ടികൾ വില കൂടിയ വണ്ടികൾ മേടിക്കുന്നു, എല്ലാവിധ സെറ്റപ്പും അവൻ്റെ വീട്ടിൽ അവൻ മേടിച്ചു വെക്കുന്നു, അവരുടെ മക്കൾക്ക് വേണ്ടതെല്ലാം മേടിച്ചു കൊടുക്കുന്നു, എല്ലാ ബിൽസും നമ്മൾ കൃത്യമായിട്ട് അടയ്ക്കുന്നു, നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം പെർഫെക്റ്റാണ്. പക്ഷേ ഈ പറഞ്ഞ ആളുകൾ, ഇത് ചെയ്യുന്ന ആളുകൾക്കൊരു നാളെ ഒരു വേഴ്സ് ഹാപ്പൻ ചെയ്താൽ ഇതെല്ലാം തരിപ്പണമായി പോയില്ലേ? അപ്പം അതിനുവേണ്ടി എടുത്തു വെക്കുന്ന ഇൻഷുറൻസ് ഏറ്റവും ചീപ്പ്. കമ്പയർ ചെയ്ത് എവിടെയാണ് ഒരു പൗണ്ട് കുറച്ച് കിട്ടുന്നതെന്ന് നോക്കിയിട്ട് ചെയ്തു വെക്കുന്നു. ദാറ്റ് ഈസ് റിയലി ഷെയിംഫുൾ. ഒരു ക്ലാസ് കൊടുത്തപ്പം, ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല, ഈ ക്ലാസ് തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ, ഈ ക്രിസ്ത്യൻസിനോട് പറഞ്ഞാൽ അവർ ധ്യാന കേന്ദ്രത്തിൽ പോകുന്ന പോലെയാണ്. ആദ്യത്തെ 1-2 ദിവസം പിരിമുറുക്കമായിരിക്കും. ഈ ക്ലാസ് കൊടുക്കുന്ന ആളോട് കലിപ്പായിരിക്കും, ഈ അച്ഛനായാലും ആരായാലും. അപ്പം ഈ എന്നാന്നറിയും, ഞാൻ ശരിയാക്കി തരാമെന്നുള്ള രീതിയിൽ അവരുടെ ഇരിപ്പ് മസിൽ പിടിച്ച് പേരിപ്പിച്ചിരിക്കും. പക്ഷെ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഒന്ന് മയപ്പെട്ട് അന്നേരം പിന്നെ അടുത്തോട്ടൊക്കെ നോക്കുന്നത് ഒരു 4 ദിവസമാകുമ്പോഴത്തേക്ക് ലെവലായി. അപ്പോൾ പിന്നെ പോകാറാകുമ്പോൾ വളരെ തുള്ളിച്ചാടി സന്തോഷമായിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞ പോലെയാ ഞങ്ങളൊക്കെ. അതായത് ഈ ക്ലാസ് കൊടുക്കുമ്പോൾ തുടക്കത്തിൽ നീ ശരിയാക്കാൻ വേണ്ടി വന്നിരിക്കുക, ഞങ്ങളെ ഒന്ന് കാണട്ടെ, നോക്കാം എന്നും പറഞ്ഞാണ് മസിൽ പിടിച്ചിരിക്കും. പക്ഷേ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും മസിലൊക്കെ ഒന്ന് അയഞ്ഞ് ഒരു റിലാക്സിലേക്ക് വരും. അത് കഴിഞ്ഞ് 1 മണിക്കൂറൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ എന്തൊരു സ്നേഹമെന്ന് അറിയാം, മുഖത്തൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് പുഞ്ചിരിച്ച് പൊട്ടി വിരിയുന്ന ആ ചിരി നമുക്ക് കാണാൻ സാധിക്കും. ഓ, ഈ ചേട്ടൻ എനിക്ക് വേണ്ടിയാണല്ലോ ഇവിടെ നിൽക്കുന്നത്, ഈ ചേട്ടൻ എനിക്ക് വേണ്ടിയാണല്ലോ ഇതെല്ലാം പറയുന്നത്, ഇതെൻ്റെ അനുഭവമല്ലേ ഈ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ സന്തോഷമാവും. അപ്പോൾ ഇവർ കാരണം ഡോക്യുമെൻ്റ് പോലും ഇല്ല ഇവരുടെ കയ്യിൽ, പൈസ കൃത്യം മാസം പോകുന്നുണ്ട്. ഈ ഇൻഷുറൻസിൻ്റെ ഡോക്യുമെൻ്റ് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഭാര്യയോട് ചോദിക്കുമ്പോൾ ഭാര്യയ്ക്ക് അറിയില്ല, ഭർത്താവിനോട് ചോദിക്കുമ്പോൾ ഭർത്താവിനും അറിയില്ല. അപ്പം ഇവരിൽ ആരെങ്കിലും ഒന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ഡോക്യുമെൻ്റ് ഇല്ലാതെ ആരാ ഈ പോളിസി പേ ഔട്ട് ചെയ്യുന്നത്, ക്ലെയിം ചെയ്യണ്ടേ? ഇവർ 2 പേർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അറിയാവോ, ഇങ്ങനെ സാധനം ഉണ്ടോയെന്ന് അറിയാവോ? അപ്പം നമ്മൾ എന്താ ചെയ്യണ്ടേ? ഒരിക്കലൊരു വീട്ടിലൊരു 10-12 പേരെ ഒരാൾ സംഘടിപ്പിച്ചു. അപ്പോൾ അവർക്കൊരു ക്ലാസ് കൊടുക്കുന്ന സമയത്ത് ആ വീട്ടുകാരൻ ഒരല്പം കോമഡി ആവാമല്ലോ അല്ലേ, കുഴപ്പമില്ലല്ലോ, കോമഡിയല്ല, റിയൽ സംഭവമാണ്. ഈ വീട്ടിൻ്റെ ഉടമ, ഇപ്പം ഞാൻ പറയുമ്പോൾ ആ വീട്ടിൻ്റെ ഉടമ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അയാൾ ചിരിക്കുമായിരുന്നു, എനിക്ക് നല്ല ഉറപ്പുണ്ട്. വീട്ടിൻ്റെ ഉടമ നേരെ മേളിലേക്ക് പോയി മൂത്രം ഒഴിക്കാൻ പോകുന്നതായിരിക്കും ടോയ്ലറ്റിൽ. സാറിന് ടോയ്ലറ്റൊക്കെ മേലെ ആയിരിക്കും ചില വീടുകൾക്ക്. അത് കഴിഞ്ഞ് അയാൾ പോയിട്ട് തിരിച്ചു വന്നു. കഴിഞ്ഞപ്പോൾ ഞാൻ അന്നേരം ഒന്നും ശ്രദ്ധിച്ചില്ല. കഴിഞ്ഞ് പുള്ളിയുടെ വൈഫ് പോയി. അത് കഴിഞ്ഞ് പുള്ളിക്കാരത്തി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ പുള്ളിക്കാരൻ പിന്നെയും പോയി ഇദ്ദേഹം. അപ്പം ഞാൻ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി, ഇതെന്താ കാര്യം. അപ്പോൾ ലോഞ്ചിലാണ് അവരുടെ ആളുകൾ, അന്ന് കൊറോണയൊന്നുമില്ല കേട്ടോ, എല്ലാവർക്കും അടുത്തടുത്തിരിക്കാം. 10-12 ഫാമിലി എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുണ്ടല്ലോ, 10-24 പേര് അവർ തന്നെയുണ്ട്, ആളുകൾ, പിള്ളേരൊക്കെ അപ്പുറത്ത് കളിക്കാം. ഇവരിങ്ങനെ പല പ്രാവശ്യം പോയിട്ട് അന്ന് ഞാൻ നോട്ടീസ് ചെയ്തു തുടങ്ങി. അപ്പോൾ പോയിട്ട് വരുന്ന ആൾ മറ്റേ ആളെ നോക്കിയിട്ട് ഞാനൊന്നും കണ്ടില്ലേ എന്നുള്ള ആക്ഷൻ കാണിക്കുന്നു. അങ്ങനെ മറ്റേ ആളും പോയിട്ട് പിന്നെ അവസാനം പുള്ളിക്കാരൻ്റെ കൺട്രോൾ പോയി. ഞാനൊന്നും ചോദിക്കാനൊന്നും പോയില്ല. ഈ പുള്ളിക്കാരൻ വന്നിട്ട് ഈ ഭാര്യയുടെ നേരെ ഇത്ര ആളിരിക്കുന്നൊന്നും നോക്കിയില്ല, എവിടെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അവിടെ ഇരുന്നവരെല്ലാവരും ഞെട്ടിപ്പോയി, ഞാൻ ഞെട്ടി. സത്യത്തിൽ എന്നാണെന്നറിയോ, ഞാൻ അവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ ഡോക്യുമെൻറ്റിനെ പറ്റിയും ഡോക്യുമെൻ്റ് കീപ്പ് ചെയ്യുന്നതിനെ പറ്റിയും ഒക്കെ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് വേറെയും ചില കാര്യങ്ങൾ പറഞ്ഞു. നമ്മളറിയാത്ത ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്, കുഞ്ഞക്ഷരത്തിലായിരിക്കും കിടക്കുന്നത്. അത് ക്രെഡിറ്റ് കാർഡ് എടുത്താലും നമ്മൾ എന്ത് സംഭവം നമ്മൾ ആരെടുത്തുനിന്ന് ഓവ് ചെയ്യപ്പെട്ടാലും അതിനകത്ത് നമ്മൾക്കിട്ടുള്ള ഈ പണി തരിക എന്ന് പറയുന്നത്, സോറി കേട്ടോ, ഞാനൊരു നല്ലൊരു ലാംഗ്വേജ് അല്ല, ഈ പണി തരിക എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ പണി കിട്ടി, ഈ ടി വിക്കകത്തൊക്കെ കേൾക്കാം, ഏഷ്യാനെറ്റിലൊക്കെ കേൾക്കാം, എന്തോ പണി തന്നു, പണി കൊടുത്തു, പണി കിട്ടി. ഐ ആം സോ സോറി. ഞാൻ അതിനോടൊന്ന് റെക്കമെൻഡ് ചെയ്യുന്ന ഒരാളല്ല. കാരണം ഈ പണി കിട്ടുക, പണി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഇൻഡീസൻറ്റ് ലാംഗ്വേജ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എനിവേ, അതൊക്കെ ഓരോരുത്തർക്കും അവരുടേതായ ഇഷ്ടം. നമുക്ക് എങ്ങനെ നമ്മളെ ഈ ട്രാപ്പിലാക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. പക്ഷെ അതിൽ കുഞ്ഞക്ഷരങ്ങളായിരിക്കും, അതൊന്നും ആരും നോക്കിയല്ല. കാരണം എല്ലാം ശരിയാണെന്ന് പറഞ്ഞിട്ട് മടക്കി കെട്ടി അവിടെ വെക്കും. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ഈ കുഞ്ഞക്ഷരമാണ് കോടതിയിലെത്തുക വലുതായിട്ട്. ഞങ്ങളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പൈസ അടയ്ക്കണ്ടായിരുന്നു, നിങ്ങൾ അടച്ചില്ല, റീപ്രോസസ്ഡ് ആകാൻ പോവാ, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ പേര് കേസ് വരുന്നു, എന്താ കാര്യം,
അയ്യോ അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, എന്നോട് നിങ്ങൾ പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. ഐ എം സോറി, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വായിച്ചില്ലേ? കോടതി ചെന്നിട്ട് നമുക്ക് പറയാൻ പറ്റുമോ അത് ഞാൻ കണ്ടില്ല, ഐ എം സോറി, ഇതിനകത്ത് എഴുതിയിട്ടുണ്ടായത് വലിയ ലക്ഷം വേണമെങ്കിൽ ചോദിക്കാമായിരുന്നല്ലോ, നിങ്ങൾ ചോദിച്ചില്ല, അത് നിങ്ങളുടെ റോങ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ രാജ്യത്ത് നല്ല എല്ലാ രാജ്യത്തുള്ള സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ആക്ച്വലി ഡോക്യുമെന്റിനകത്ത് ഈ പ്രീമിയം പൈസ കുറച്ച് ആളുകൾക്ക് കൊടുത്താൽ ആളുകൾക്ക് ഇഷ്ടം. അപ്പോൾ എന്ത് ചെയ്യും? 58 വയസ്സിൽ പോളിസി തീരും. ചില ഡോക്യുമെന്റിലുള്ളതാണ്. അല്ലെ 59ാമത്തെ ബർത്ത്ഡേക്ക് പോളിസി തീരും. ഈ പാവങ്ങൾ ഇതൊന്നും നോക്കുന്നില്ല. ക്രിട്ടിക്കൽ ഇൽനെസ് 58ാമത്തെ വയസ്സിൽ തീർന്ന അവസ്ഥ എങ്ങനെ ഉണ്ടാവും? അല്ലെ 59ാമത്തെ വയസ്സിൽ. ഒരു വ്യക്തിയുടെ റിസ്ക് ഫാക്ട് ആരംഭിക്കുന്നത് തന്നെ ഒരു 60 വയസ്സിന് ശേഷമാണ് ആവറേജ്. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ളത് വേറെ, അത് പോട്ടെ. അപ്പൊ പിന്നെ 59ാമത്തെ വയസ്സിൽ അയാളുടെ ക്രിട്ടിക്കൽ ഇൽനെസ് തീരുക, ലൈഫും തീരുക. അയാളുടെ മോർഗേജ് തീരണമെങ്കിൽ 65 വയസ്സ് എങ്കിലും ആവും. അപ്പൊ പിന്നെ ഇയാളുടെ ലയബിലിറ്റി കിടക്കുമ്പോൾ മോർഗേജ് തീരുന്നു, പിന്നെ ക്രിട്ടിക്കൽ ഇൽനെസ്സും തീരുന്നു. അപ്പൊ എന്താണ്? 60 വയസ്സ് വരെ ഈ വ്യക്തിക്ക് കാര്യമായ വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വരികയില്ലെന്ന് ഇൻഷുറൻസ് കമ്പനികൾക്ക് അറിയാം. അല്ലെങ്കിൽ ഈ കൊടുക്കുന്നവരൊന്നും അറിയില്ല, അവനത് നോക്കുകയൊന്നുമില്ല. ഈ പൈസ കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ ചെയ്തത്. പക്ഷെ സത്യത്തിൽ ഇൻഷുറൻസ് കമ്പനികൾക്ക് എന്താണ് നേട്ടമാണ്. ഇതിനുള്ളിൽ ഒന്നും കൊടുക്കണ്ടല്ലോ, എന്തെങ്കിലും സംഭവിച്ചാലേ പൈസ കൊടുക്കേണ്ടുള്ളൂ. കിട്ടിയതൊക്കെ ലാഭം. 60 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയുടെ ലയബിലിറ്റി അവിടെ കിടക്കുന്നു, ക്രിട്ടിക്കൽനെസ് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ പിന്നെ ഇത് അറിഞ്ഞു കഴിഞ്ഞു ഞാനൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചാൽ കിട്ടുമോ? അതിനുള്ള എന്തെല്ലാം അസുഖങ്ങൾ ആ വ്യക്തിക്ക് വരും, ഇല്ലേ? അതൊരു ട്രാപ്പല്ലേ ശരിക്കും പറഞ്ഞാൽ? അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? അതൊരു മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയല്ലേ അത്? അപ്പം ഇത് നമ്മുടെ ഇങ്ങനെയുള്ള ഡോക്യുമെന്റുകൾ ഞാൻ പരിശോധിക്കാറുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതേ ഇത് ഇന്ന സംഗതികൾ അതിനകത്തുണ്ട്, ഇന്ന കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ ഞാനത് അവരോട് കാണിച്ചു കൊടുക്കും. അവർ ഞെട്ടിപ്പോവുക, ഇത് ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങളോട് കാരണം ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസ് അവർ മേടിച്ചില്ല. അതിനാണ് അതിൻ്റെ സത്യം. അവർ പൈസ കുറഞ്ഞത് എങ്ങനെ എടുക്കാം എന്നുള്ളതിനെ പറ്റി. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ബെനിഫിറ്റിനോ ഏതെങ്കിലും തരത്തിൽ, അല്ലെങ്കിൽ അവരുടെ വേബ്രോ പ്രീമിയം അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവും. അതിനൊക്കെ ഒത്തിരി മുന്നോട്ട് പറയേണ്ട കാര്യം ഞാൻ അവിടെ കിടക്കുന്നില്ല. വേബ്രോ പ്രീമിയം അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവും. ക്രിട്ടിക്കൽനെസ് എടുക്കുന്ന വ്യക്തിക്ക്, കുട്ടികൾക്ക് 21 ഇയേഴ്സ് വരെ 21 വയസ്സ് വരെ അവർ പിന്നെ ഫുൾ ടൈം എഡ്യൂക്കേഷൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ക്രിട്ടിക്കൽനെസ് കവേർഡാണ് പല കമ്പനികളും. അത് അവർ ആഡ് ചെയ്യല. മനസ്സിലാക്കണം ചതി ഏതൊക്കെ തരത്തിലാണ് വരുന്നതെന്ന്. ടെർമിനൽ ഇൽനെസ് പോലും ആഡ് ചെയ്യാതെ കൊടുക്കുന്ന ആളുണ്ട്. പക്ഷേ ടെർമിനൽ ഇൽനെസ് എന്ന് പറയുന്നത് ആഡ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് കമ്പനി അത് ചെയ്തില്ലെങ്കിൽ അത് വരും. എന്നാന്ന് ചോദിച്ചാൽ അത് ഒരാളുടെ അവകാശമാണ്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. എനിവേ, സോ ഇതൊക്കെ ചെയ്യുന്നതൊരു തികഞ്ഞ വഞ്ചന. അപ്പം ഈ കാര്യങ്ങൾ ഞാൻ ക്ലാസ് എടുത്തപ്പം ആ ചേട്ടൻ എൻ്റെ ഡോക്യുമെൻ്റ് ഒന്ന് പരിശോധിച്ചാൽ കൊള്ളാം. ഇതിനകത്ത് ഞാൻ പോകുന്നതിന് മുമ്പ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് പോകുന്നതിന് മുമ്പ് ഒന്ന് പരിശോധിക്കാനാണ് സത്യത്തിൽ ഈ ഡോക്യുമെൻ്റ് തേടിയത്. കിട്ടിയില്ല. അപ്പോൾ അയാളുടെ കൺട്രോൾ പോയി. ആ മനുഷ്യൻ എന്ത് വന്നാലും അവസാനം ഭാര്യമാർക്കിട്ടായിരിക്കുമല്ലോ ഈ പിന്നെ നമ്മൾ ദേഷ്യപ്പെടുക. കാരണം ആരോടെങ്കിലും ദേഷ്യപ്പെടണം, നാട്ടുകാരോട് ദേഷ്യപ്പെടാൻ പറ്റിയല്ലോ. ആ പാവത്തിൻ്റെ അടുത്ത് തട്ടിക്കറി. ആ പാവം ആ സാധനം കണ്ടിട്ട് പോലുമില്ല. കാരണം എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന പുള്ളിയാ, എടുത്തു വെച്ചതും പുള്ളിയാ, ഇൻഷുറൻസ് എടുത്തതെല്ലാം പുള്ളിയാ. ഗൃഹനാഥനായ പുള്ളിക്കാരൻ ഇതെല്ലാം ചെയ്തു. ഒന്നും ആ സ്ത്രീയോട് പറഞ്ഞിട്ടില്ല. അത് എന്നോട് ഒന്ന് പിന്നെ പറഞ്ഞു. അപ്പം ഞാൻ പറയായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അല്ല ഒന്നുമില്ല, സോറി, ഞാൻ ഇച്ചിരി ഇതായിരുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, നിങ്ങൾ ഡോക്യുമെൻ്റ് അന്വേഷിച്ചിട്ട് കിട്ടിയില്ലല്ലേ? ഇല്ല ചേട്ടാ, അത് കിട്ടിയില്ല. ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, നിങ്ങൾ ഏതായാലും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യേ, ഇനിയിപ്പോൾ അതും കൂടെ പോകണ്ട, നിങ്ങൾ രണ്ടുപേരും ഇരുന്നു, നമുക്ക് പിന്നെ കണ്ടുപിടിക്കാൻ പോകും. ഞാൻ അന്നത്തേന് ശേഷമാണ് ഞാൻ എൻ്റെ അഡ്വൈസിൽ ഇതും കൂടെ ചേർത്താൻ. ദയവ് ചെയ്ത് നിങ്ങൾ നമ്മളൊക്കെ ഒരു വിശ്വാസിയായിരിക്കില്ല ഏതെങ്കിലും തരത്തിൽ. അള്ളാഹു ആയാലും പിന്നെ എന്താ പറയുന്ന യേശുക്രിസ്തു ആയാലും കൃഷ്ണനായാലും ആരും ആയിക്കോട്ടെ, അതിൻ്റെ തൊട്ടടുത്തിരിക്കട്ടെ നിങ്ങളുടെ ഡോക്യുമെൻ്റ്. കാരണം എന്നറിയോ, ഈ സഞ്ചിക്കകത്ത് ഒരു കെട്ട് പണം ഒന്നും കൊണ്ടുവന്നിട്ട് നമ്മുടെ തലക്കിൽ വെച്ച് നേരം വിളിക്കുമ്പോൾ ഒന്ന് ഇതെടുത്തു എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇന്ന് വർക്ക് ചെയ്യുന്നില്ല. അത് പണ്ട് കാനായിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രാക്ടിക്കലാകുക, ബി പ്രാക്ടിക്കൽ. അപ്പം ഇത് നമ്മുടെ മക്കൾ 10 വയസ്സിന് മേലെയുള്ള മക്കളുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കണം. നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഈ സാധനം എടുത്ത് ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിക്കണം. ഒരു ക്ലെയിമിലേക്ക് പോട്ടെ. ഇൻഷുറൻസ് കമ്പനികൾക്ക് അറിയില്ല ക്ലെയിം ചെയ്യാതെ ഈ വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചതാണോ എന്ന് അറിയില്ല. ഫണ്ട് അവരുടെ പ്രീമിയം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്ന വിചാരിക്കും അവർക്ക് വേണ്ടായിരുന്നു, അവർ ഒഴിവാക്കി. ദാറ്റ്സ് ഓൾ. ആ വ്യക്തി എന്നെ പോയി കഴിഞ്ഞു. മില്യൺസ് പൗണ്ട് ഈ രാജ്യത്ത് പേ ഔട്ട് ചെയ്യാത്ത കമ്പനികളുണ്ട്. ദ റീസൺ ഈസ് എന്താണെന്നറിയാവോ? ക്ലെയിം വന്നിട്ടില്ല. ക്ലെയിം വരാതെ എങ്ങനെയാണ് അവർക്ക് പൈസ കൊടുക്കാൻ സാധിക്കുന്നത്? ആ ഒരു അനുഭവം ഇനി വരുന്ന ജനറേഷനെങ്കിലും വരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മൾ പ്രോപ്പറായിട്ട് വെക്കുക, ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുക.
നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുത്തു വെക്കുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയല്ലേ. പിന്നെ ഒരു വ്യക്തി പലരും എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഇൻഷുറൻസിനെ സംബന്ധിച്ചാണ് ഞാൻ. ബിന്ദു ഇടയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചോദിക്കാനുണ്ടെങ്കിൽ മറന്നുപോയി പിന്നെ ചോദിക്കാൻ പറ്റാണ്ട് വരും. ഞാനിതിങ്ങനെ റേഡിയോ തുറന്ന് വെച്ചപോലെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടയ്ക്ക് എന്നോട് ചോദിക്കണം കേട്ടോ. ഇതുവരെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചോദിച്ചു? ഇല്ല, എന്നാൽ ഞാൻ അതിൻ്റെ ഒരു അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചധികം സമയം നീണ്ടു പോകുന്നതുകൊണ്ട് നിങ്ങൾ ക്ഷമയെ പരീക്ഷിക്കാതെ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അടുത്ത പാർട്ടിൽ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടായിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.